എല്ലാവർക്കും നമസ്കാരം. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. ജീവിതത്തില് വിജയം ആഗ്രഹിക്കാത്തവര് വളരെ വിരളമായിരിക്കും. ജീവിതം പരാജയപ്പെട്ടു പോയാൽ മതി, ജീവിതം തൊലഞ്ഞു പോയാൽ മതി എന്നൊക്കെ പറയുന്നവർ പറയുകയാണെങ്കിൽ പോലും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ജീവിതം നന്നായി വരണമെന്ന്. അപ്പോ നമ്മള് ജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും പല പ്രതിസന്ധികളും വരും. എന്ത് ചെയ്താലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ പറയും, നമ്മളല്ല ചിലരെങ്കിലും പറയും, നശിച്ചു പോയാ മതി എന്നൊക്കെ. അപ്പൊ ഈ പറച്ചിലൊക്കെ പറയുമ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ഇതിന് നമ്മുടെ ഈ പ്രശ്നങ്ങളൊന്നും പെടാതെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ അവർക്കെന്താ ഭാഗ്യം ഉണ്ടോ, അല്ലെങ്കിൽ അവരെ പ്രത്യേക ഈശ്വരൻ അനുഗ്രഹിച്ചാണോ, എന്നെ ശപിച്ചതാണ് എന്ന് തുടങ്ങിയ കുറെ സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമുക്ക് ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ എന്താ പറയാ ഇക്കമത്ത് എന്ന് പറയില്ലേ, അത് നമുക്കങ്ങ് പലപ്പോഴും കിട്ടാതെ പോകും. അപ്പോൾ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ഗംഭീരമായിട്ട് സമ്പന്നതയിൽ വരുമ്പോഴും അല്ലെങ്കിൽ ചില അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചില ഇപ്പൊ ചാത്തൻ സേവയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജിന്നുകളുടെ സർവീസ് ഉണ്ടോ എന്നൊക്കെ നമ്മളങ്ങനെ ആലോചിക്കാറുണ്ട്. ചിലരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് അമാനുഷികമായ സിദ്ധികളുണ്ട്, അമാനുഷികമായിട്ടുള്ള ശേഷികളുണ്ട്, ഇല്ലാത്ത രീതിയിലുള്ള ചില പ്രത്യേക ശേഷികൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ഇപ്പൊ അലാവുദ്ദീന്റെ എന്താ പറയാ വിളക്കില്ലേ, ആ വിളക്ക് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ആ ഭൂതം പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് സെർവ് ചെയ്യുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അത് പിന്നെ ആലിബാബയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മള് ആഗ്രഹിക്കുമ്പോൾ ഈശ്വരൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ആധ്യാത്മിക സാഹിത്യത്തിലൂടെ ഒക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് അമാനുഷികമായിട്ടുള്ള സിദ്ധികളുള്ള ചില കഥാപാത്രങ്ങളൊക്കെ നമുക്കറിയാം. ഉദാഹരണത്തിന് ഭാരത പുരാണത്തിലെ ഹനുമാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സിദ്ധികളുള്ള ഒരാളാണ്. ഒരുപാട് കഴിവ്, പറന്ന് നടക്കാം, വളരെ ചെറുതാകാം, വളരെ വലുതാകാം, എന്താണോ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം നടപ്പിലാക്കുന്ന ഒരാൾ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ചെറിയ കാലത്തൊക്കെ നമ്മൾ ത്രില്ലടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പുലിയുടെ പുറത്ത് കയറി വരുന്ന എന്താ പറയാ മണികണ്ഠൻ, ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കിങ്ങനെ ത്രില്ലാണ് ചെറിയ കാലത്ത്. കുറച്ച് വലുതായി കഴിയുമ്പോ അങ്ങനെ ആയിരിക്കില്ല, ഇതൊക്കെ പഴയ കാലത്തെ ഓരോ കഥകളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയും. പിന്നെയും ആധ്യാത്മിക സാഹിത്യത്തിന്റെ അകത്തൂടെ കുറച്ചുകൂടെ യോഗ്യത്വത്തിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ സിദ്ധികളെ കുറിച്ച് അറിയാം. ഈ തമിഴ്നാട്ടിലെ സിദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് സിദ്ധികൾ നേടിയവരാണ്, പലതരം സിദ്ധികൾ നേടിയവരാണ്. അപ്പോ ഈ സിദ്ധികൾ നേടിയവര് ഇങ്ങനെ ഈശ്വരനിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും ചില പ്രത്യേക കഴിവുകൾ ഇങ്ങനെ സ്വാംശീകരിച്ചെടുത്ത് ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുക. അപ്പോ അവര് സാധന ചെയ്ത് ദൈവതുല്യരായി തീരുമ്പോൾ അവർക്ക് വരം ലഭിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടാകുന്നു എന്ന രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. എന്താണെങ്കിലും അത് മനുഷ്യന്മാർക്ക് കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അമാനുഷികം എന്ന് പറയുന്നത്. മനുഷ്യന്മാർക്ക് കഴിയുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ. ചില കഷ്ടപ്പാടിലും ദുരിതത്തിലൂടെ ഒക്കെ കടന്നു പോണ സമയത്ത് നമുക്കും തോന്നും, നാളെ രാവിലെ വീട്ടിന്റെ മുന്നിൽ ഇത്രയും സമ്പത്തും കൊണ്ടൊരാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പണപ്പെട്ടിയിൽ നിറയെ സമ്പത്ത് നിറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടപ്പിൽ വരികയാണെങ്കിൽ എത്ര നന്നായി എന്നൊക്കെ നമ്മൾ ആലോചിക്കും. സൂപ്പർമാനായിട്ടൊക്കെ സ്വയം സങ്കല്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാനൊക്കെ അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട് ചെറിയ കാലത്ത്. ഈ കഥകളിൽ വായിക്കുന്ന അമാനുഷികത എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് അന്ന് പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 1987-88 കാലഘട്ടത്തിലാണ് എന്റെ ഗുരു, സിദ്ധഗുരുവാണ്, മണിയേട്ടന്റെ അടുത്തെത്തുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തെത്തിയതിനു ശേഷമാണ് ഞാൻ ഈ യോഗധാരയിലേക്ക് കയറുന്നതും സിദ്ധ സമ്പ്രദായത്തിൽ ദീക്ഷ പാലിക്കുന്നതും സിദ്ധ വിദ്യാർത്ഥിയായിട്ട് മാറുന്നതും. അതിനുശേഷം സാധനകൾ പല രീതിയിൽ ചെയ്തു. സാധനകളിൽ അകത്തൂടെ കടന്നുപോയി, സാധനങ്ങളെ ബ്രേക്ക് ചെയ്ത് പുറത്തൂടെ കടന്നുപോയി, പല രീതിയിൽ ഇതിന്റെ അകത്തൂടെ കടന്നുപോയപ്പോഴാണ്
ചില കാര്യങ്ങളൊക്കെ എനിക്ക് പിടികിട്ടിയത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ഇതേ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് വായനയുമായി ബന്ധപ്പെട്ടതായിരുന്നു. വായന എന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞതങ്ങ് പോവാ. വായന എന്ന് പറയുന്നത് ഈ മനുഷ്യനെ അറിവുണ്ടാക്കി തരുന്നതല്ല, മനുഷ്യന്റെ അറിവിനെ അടയ്ക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അത് എന്റെ ഗുരുവിന്റെ അടുത്ത് പോയപ്പോഴാണ് കിട്ടിയത്. ഞാൻ 2.5 വയസ്സിൽ വായന തുടങ്ങി 16-17 വയസ്സ് വരെ വായിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. കണ്ടിന്യൂസ് ആയിട്ട് വായന ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഈ വായനയുടെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തോട് പലതും ചോദിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഉത്തരം തന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നീ ഈ സെക്കൻഡ് ഹാൻഡ് നോളജും വെച്ചിട്ട്, അദ്ദേഹം ഉപയോഗിച്ച പദം ഓർക്കുക, സെക്കൻഡ് ഹാൻഡ് നോളജ്, ആ സെക്കൻഡ് ഹാൻഡ് നോളജ് ഉപയോഗിച്ചിട്ട് നീ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നീ വെളിയിൽ നിന്നും കിട്ടുന്ന അറിവ് നിർത്തി അകത്തേക്ക് നോക്ക്, അപ്പൊ അകത്താണ് അറിവുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കാൻ കുറച്ച് കാലം എടുത്തു. പക്ഷെ 16 വയസ്സ് മുതൽ ഒരു 19 വയസ്സ് വരെയുള്ള കഠിനമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വായന നിർത്തി. വായന പൂർണ്ണമായിട്ടും നിന്നു. ഒരു പുസ്തകവും വായിക്കില്ല. ഇങ്ങനെ അതിലേതിലും പോകുമ്പോൾ കണ്ണിൽ പെടുന്ന അക്ഷരങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറും. അതെന്റെ കുഴപ്പമല്ല, നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ബോഡി ട്യൂൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കും അത് ആ ബാധയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ അതിനുശേഷമാണ് ഈ ഒളിമ്പസ് എന്നുള്ള ദർശനവും പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള സംവിധാനത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഉണ്ടായത്. ചിലപ്പോൾ നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ചില ടെർമിനോളജികൾ വേണ്ടി വരും. ഈ ടേം നമുക്ക് കിട്ടുന്നത് പറയേണ്ട സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് ആരെങ്കിലും വന്ന് നമ്മുടെ മുന്നിലുള്ള ഒരു സംഭാഷണ ശകലത്തിലൂടെ പറഞ്ഞു വെച്ചിട്ട് പോകും. നമുക്ക് ആ സാരം പിടിച്ചെടുക്കാൻ പറ്റും, കൊടുക്കാനും പറ്റും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അങ്ങനെയല്ല, തനിയെ വാക്കുകൾ വരാനും തുടങ്ങി. അപ്പോ ചിലര് പറഞ്ഞു അതൊരു സിദ്ധിയാണ്. സിദ്ധി. ഞാൻ ആലോചിച്ചു, ഈ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഞാൻ തപസ്സിരിക്കുകയൊന്നും ചെയ്തില്ല. സാധന ചെയ്തിട്ടുണ്ടെന്നുള്ള ശരിയാണ്, തപസ്സിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷമായിട്ടൊന്നുമില്ല. ഇങ്ങനെ 5-6 കൈയും കാലും ഒക്കെ ഉള്ള ഒരു ദൈവം മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ തലപൊക്കി നിന്നിട്ട് നമ്മളെ ആകർഷിക്കുന്ന ഒരു പരിപാടിയോ നമ്മിലേക്ക് തലയിലടിച്ചെന്തെങ്കിലും വരം തരികയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത് അങ്ങനെ ആലോചിച്ചു പോയപ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ഞാൻ 1994 മുതൽ കമ്മ്യൂണിനകത്ത്, കൂട്ടുജീവിത കേന്ദ്രത്തിനകത്താണ് ജീവിക്കുന്നത്. അപ്പൊ കൂട്ടുജീവിത കേന്ദ്രത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കൂടെ ജീവിക്കാൻ കുറെ ചെറുപ്പക്കാരന്ന് വന്നിരുന്നു. 10-16 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരുമിച്ച് ജീവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഫുൾ ടൈം ഉറങ്ങുന്ന, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വെച്ച് ബാക്കിയൊക്കെ, ടോയ്ലറ്റിൽ കുളിക്കുക എന്നുള്ള സമയത്ത് വെച്ച് ബാക്കി മുഴുവൻ സമയം ഒരുമിച്ച്, കിടന്നുറങ്ങുന്നത് ഒരുമിച്ച്, ആണും പെണ്ണും എല്ലാം ഉണ്ട്, വലുതും ചെറുതും കുട്ടിയും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാനുള്ള അവസരം കിട്ടി. ഇത് ലീഡ് ചെയ്ത് പോകുന്നത് ഞാനായതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ പരിഹരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും പലരും ഒട്ടേറെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഗാർഹിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും സമൂഹത്തെ മാറ്റിമറിക്കണം, പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള ഒരു ജീവിത വ്യവസ്ഥ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പൊതു ആഗ്രഹമാണ്. പക്ഷെ കൂട്ടായിട്ട് ജീവിക്കുന്നതിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കൈവശം വെച്ചിട്ടുള്ളവരെയും കൊണ്ട് എങ്ങനെയാണ് സാമൂഹ്യ പരിവർത്തനം സാധ്യമാവുക? അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു ആവശ്യം മുമ്പിൽ വന്നു. അങ്ങനെയാണ് ഈ ആളുകളുടെ പ്രശ്നങ്ങളെ പഠിക്കാൻ തുടങ്ങിയത്. പഠിക്കാൻ പുസ്തകത്തെ പഠിക്കല്ല, അതിനകത്തേക്ക് കയറി നിരീക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കും എന്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കും മനസ്സിലായത്, ഇതിന്റെയൊക്കെ അകത്ത് പ്രകൃതിയുടെ നിയമങ്ങളെ തെറ്റിക്കുന്നത് കൊണ്ടുള്ള, പ്രകൃതിയുടെ നിയമങ്ങളെ വഴിമാറി പോകുന്നത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളാണ് അവിടെ എന്നുള്ളത്. ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു നീർക്കുഴൽ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ കൂടെ ഒഴുകുന്ന ഒരു ചാലിന്റെ അകത്ത് ഒരു പൈപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, കുറെ ചപ്പും ചവറും അവിടേക്ക് വന്ന് കയറി, അല്ലെങ്കിൽ ഈ പൈപ്പിന്റെ മുകളിൽ ഒരു വണ്ടി എങ്ങാനും കയറിയിട്ട് അതൊന്നും അമർന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പിനകത്തൂടെ ഫ്ലോ തടസ്സപ്പെടും. ഒന്നുകിൽ വഴിതിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അത് തടസ്സപ്പെടും, അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവും. അപ്പോ ഇതിന് അകത്തൂടെ ഫ്ലോ നിൽക്കുന്ന സമയത്ത് അവിടെ വെള്ളം കെട്ടിക്കിടക്കും. അത് പിന്നെ വലിയൊരു പുതിയ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഇടിഞ്ഞു പോകും, ചിലപ്പോൾ ഏതെങ്കിലും വണ്ടികൾ വന്ന് അതിന്റെ പൊടി താഴും, അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാലിട്ട് അതിനകത്ത് കാല് പെട്ടുപോയി എന്ന് വരും, അതല്ലെങ്കിൽ വെള്ളം കവിഞ്ഞൊഴുകിയിട്ട് അപ്പുറത്തുള്ള, അല്ല നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്തുകൂടെ വീട്ടിനകത്തേക്ക് കയറി എന്ന് വരും. നമ്പർ ഓഫ് പ്രശ്നങ്ങളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഒറ്റ കാരണമേ ഉള്ളൂ അതിന്. ആദ്യ കാരണം എന്ന് പറയുന്നത് ഈ പൈപ്പിന്റെ ഒഴുക്ക് തടസ്സമായി എന്നുള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം മാറാൻ വളരെ സിമ്പിൾ ആണ്. ആ ഒഴുക്കിന്റെ തടസ്സത്തെ എടുത്തു മാറ്റിയാൽ മതി. അതെടുത്തു മാറ്റി വെള്ളത്തിന്റെ ഫ്ലോ ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞു.
ജീവിതത്തില് ഈ എന്റെ കൂടെ ജീവിച്ചിരുന്ന ആളുകളുടെ എല്ലാം ജീവിതത്തില്, എന്റെ അടക്കം ഉള്ള ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ്. എനിക്ക് ഈ വളരെയേറെ വൈകാരിക പ്രശ്നങ്ങളുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടിയാൽ ഞാൻ അത് എന്റെ ഉള്ളിലേക്ക് എടുക്കും. ആരുടെ പ്രശ്നം എടുത്താലും അത് സ്വന്തമായിട്ട് എടുക്കും. അതെന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, അതിപ്പോഴും ആ പൂർണ്ണമായിട്ട് സ്വഭാവം മാറിയിട്ടൊന്നുമില്ല. മറ്റൊരാളുടെ ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ അത് അയാളുടെ പ്രശ്നമാണെന്ന രീതിയിൽ മാറി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയാറില്ല. ഞാൻ അതിനകത്ത് ഇറങ്ങും. അത് അവരുടെ പ്രശ്നം മാറിയാലും എന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം ചിലപ്പോൾ ഇറങ്ങി പോകില്ല. അപ്പൊ ഇതിനെയെല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ എന്തു വേണം എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് ഞാൻ ഈ ലൈഫ്, ക്വാണ്ടം ലൈഫ് എന്നുള്ള ഒരു സിസ്റ്റം, ഈ ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതിന് പിന്നീട് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് അതിനകത്ത് തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി, പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു. നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ പാറ്റേൺ മാറ്റുന്ന പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ. അപ്പോ ഇതിനകത്തൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ സിദ്ധി എന്നുള്ള ഒരു ആശയം, സിദ്ധന്മാർക്ക് സിദ്ധി ഉണ്ടല്ലോ, ആ സിദ്ധി എന്നുള്ള ആശയം എന്നെ മതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് സിദ്ധി എന്നുള്ള ആ ഒരു കാര്യത്തെ അന്വേഷിക്കുന്ന ഒരു കാലത്ത് ഈ ക്വാണ്ടം ലൈഫിന്റെ കാര്യങ്ങൾ കൂടെ ചേർത്ത് വായിച്ചപ്പോ ഒരു കാര്യം പിടികിട്ടി. നമ്മുടെ ശരീരം ആ നേരത്തെ പറഞ്ഞ നീർക്കുറലിൽ പോലെ സാധാരണ രീതിയിൽ വെള്ളം ഒഴുകാൻ പാകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ജീവിതത്തിന്റെ അകത്തുകൂടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, ജീവശക്തി, ആ ജീവശക്തി ഒഴുകാൻ പാകത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്നുള്ളത് ഈ പരിസരത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ. ഈ പരിസരം എന്നിലൂടെ കടന്നു പോകുന്നു, ഭക്ഷണത്തിന്റെ രൂപത്തിൽ, വായുവിന്റെ രൂപത്തിൽ, വെള്ളത്തിന്റെ രൂപത്തിൽ, ആശയങ്ങളുടെ രൂപത്തിൽ, പല രൂപങ്ങളിൽ എന്റെ അകത്തൂടെ കടന്നു പോകുന്നു വെച്ചാൽ എന്നിലേക്ക് വന്നു ചേരുന്നു. ഞാൻ ഇതിന്റെ അവസാനത്തെ ടാർഗറ്റ് ആണെന്നുള്ളത്. ഇപ്പോ ഒരു അമ്പ് വരികയാണെങ്കിൽ ആ ടാർഗറ്റിൽ ചെന്ന് അവിടെ ചെന്ന് തീർന്നു അല്ലെ. അങ്ങനെ അവസാനത്തെ ടാർഗറ്റാണ് ഞാനെന്നാണ് ഈ ഞാൻ ബോധം എന്നെ പഠിപ്പിച്ചത്. നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇതെല്ലാം വരുന്നത് എന്റെ നേരെയാണ്. അങ്ങനെ കരുതുന്നതിന് പകരം എന്നിലൂടെ കടന്നത് അപ്പുറത്തേക്ക് പോകേണ്ടതാണെന്നുള്ളൊരു ബോധ്യം വന്നപ്പോ, ഈ കുഴല് പോലെയാണ് നമ്മൾ എന്ന് മനസ്സിലായപ്പോ, പ്രകൃതി, നമ്മുടെ പരിസരം, പ്രകൃതി എന്ന് വിളിക്കുന്നതിനെ നമ്മുടെ പരിസരം എന്ന് മനസ്സിലാക്കുക. ഈ നമ്മുടെ പരിസരം നമ്മുടെ അകത്തുകൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ ഒഴുക്ക് സഹജമായി സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി. നമ്മുടെ അകത്തൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകണം. ഈ പോകുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ തടഞ്ഞാൽ, ആ നേരത്തെ പറഞ്ഞ നീർക്കുഴലിനകത്ത് ചപ്പും ചവറും വന്ന് അടിഞ്ഞപ്പോൾ ഉണ്ടായ പോലെ 100 കണക്കിന് അപകടങ്ങൾ ഉണ്ടാവാം. വണ്ടി അകത്ത് പോകാം, കാലകത്ത് പോകാം, വെള്ളം ഓവർഫ്ലോ ചെയ്യാം, മൊത്തം ചെളിയാകാം, ചില വണ്ടികൾ അവിടെ വന്ന് സ്ലൈഡ് ചെയ്ത് വീഴാം, ആ വെള്ളം റോഡ് കവിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്ന് നമ്മുടെ എന്താ പറയാ വീട്ടിനകത്തേക്ക് കയറാം. പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണമോ ഈ നീർക്കുഴലില് വെള്ളം അല്ലെങ്കിൽ ചപ്പും ചവറും വന്ന് തടഞ്ഞിരുന്നു എന്ന് മാത്രം. പരിഹാരം എന്താ? ഈ സാധനം എടുത്ത് മാറ്റുക, ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറും. ഇതുപോലെ പരിസരം നമ്മുടെ അകത്തുകൂടെ ഒഴുകുന്ന ആ ഒരവസ്ഥയിൽ, പരിസരം നമ്മുടെ അകത്തുകൂടെ ഒഴുകുന്നതിനെ നമ്മൾ തടഞ്ഞാൽ, ഏത് വിധത്തിൽ തടഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ്. ജനിച്ച കാലം മുതൽ 28 കെട്ട്, ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. പാലക്കാട് ഗ്രാമീണരുടെ ഒക്കെ ഒരു രീതി എന്ന് പറയുന്നത് 28 ദിവസം കഴിയുമ്പോൾ, കുഞ്ഞ് ജനിച്ച് 28 ദിവസം കഴിയുമ്പോൾ അതിന്റെ അരയിലൊരു കറുത്ത ചരട് കെട്ടിക്കൊടുക്കും. കുറച്ച് പണമുള്ളവരാണെങ്കിൽ വെള്ളി, കുറച്ചുകൂടെ പണമുള്ളവരാണെങ്കിൽ സ്വർണം കൊണ്ട് ഒരു സംഭവം കെട്ടിക്കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ പഴയ കാലത്തിന്റെ ഒരു അനുകരണമാണെന്ന് മാത്രം. പഴയ കാലത്ത് എന്താന്ന് വെച്ചാൽ ഇവനെ സംസ്കാരത്തിലേക്ക് കടത്തിവിടുന്നതിന്റെ ഭാഗമായിട്ട് കോണകം തിരികെ വെക്കാനുള്ള ചരട് എന്നുള്ള രീതിയിലാണ് പണ്ട് കെട്ടിയിരുന്നത്. അത് പിന്നീട് അതൊരു ചടങ്ങായി. തുണി ഉടുത്തയിലും കുഴപ്പമില്ല, ചരട് കിട്ടുക എന്നുള്ള അവസ്ഥയായി. അന്ന് തന്നെ വേറൊരു പരിപാടി കൂടിയുണ്ട്. കുട്ടികളുടെ വായിലേക്ക് ഈ ധാന്യങ്ങൾ കുറുക്കി വെച്ചിട്ട് ആ കുറുക്കിയ ധാന്യം അതിലേക്കൂടെ ഈ 28 കെട്ടിന് വന്നു ചേരുന്ന അയൽപക്കത്തെയും അപ്പുറത്തെ പക്കത്തെയും വിദൂര പക്കത്തെയും ഒക്കെ ആളുകൾ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ കുറച്ച് തോണ്ടിയെടുത്ത് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് ഇവര് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് അങ്ങ് പോകും. അന്ന് വൈകുന്നേരം ആകുമ്പോൾ മുതൽ കുട്ടിക്ക് പ്രശ്നങ്ങൾ തുടങ്ങും. പിറ്റേ ദിവസം ആ കുഞ്ഞിനെയും കൊണ്ട് ഈ കുഞ്ഞിന്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ കൂടെ ആശുപത്രിയിൽ പോകും. 2 ദിവസം ആശുപത്രി കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ സമാധാനമായി. അപ്പൊ ഇത് യാദൃശ്ചികമായിട്ടുണ്ടായ ഒരു സംഭവമായിട്ടാണ് നമ്മൾ വിചാരിക്കുക. ഈ കുഞ്ഞിന്റെ ആരെങ്കിലും കയറ് കെട്ടുമ്പോൾ മുതല്, വായില് ഈ കൃത്രിമ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ മുതല് കുഞ്ഞ് സ്വാഭാവികതയിൽ നിന്നും മാറിപ്പോവാണ്. അതിനുശേഷം നമ്മൾ പഠിച്ച, നമ്മൾ ഇത്രയും കാലം കൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും സദാചാരത്തിൽ നിന്നും ഒക്കെ പഠിച്ച സർവ്വസാധനം ഈ കുഞ്ഞിന്റെ തലയിലേക്ക് കെട്ടിവെക്കും. 3ാമത്തെ വയസ്സാകുമ്പോൾ നമ്മൾ സ്കൂളിൽ നടന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളായി സായിപ്പ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ പഠിച്ചു വരികയായി. ഇങ്ങനെ പഠിച്ചും കേട്ടും ഈ കുഞ്ഞിങ്ങനെ വളർന്ന്
കുറെ കഴിയുമ്പോൾ അവന്റെ ഉള്ളില് ജീവിതത്തെക്കുറിച്ച് ഒരു വിചിത്രമായ ഒരു ചിത്രം ഉണ്ടാവും. അവനത് വിചിത്രമായിട്ട് തോന്നില്ല കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ജീവിതം വിചിത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇങ്ങനെയാണ് ജീവിതം നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായ സഹജമായ ജീവിതം എന്തെന്ന് അറിയാനുള്ള മാർഗം മുഴുവൻ മാറിയിട്ട് അതിന്റെ മുകളിലേക്ക് പല ലെയറുകളായിട്ട് പലതും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ജീവിതമാണ് അവന്റെ ജീവിതം എന്ന് അവനും വിചാരിക്കും, സമൂഹവും വിചാരിക്കും. നമ്മള് ഞങ്ങൾ ഇത് ഓടിട്ട വീടാട്ടോ. നമ്മുടെ ഗുരുകുലം ഒരു 100 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. അപ്പൊ ഇവിടെ കണ്ണാടി ഓടുണ്ട്. കണ്ണാടി ഓടില് നമ്മൾ എത്രയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചാലും അടുത്തൊരു മഴ വരുമ്പോ അല്ലെങ്കിൽ അടുത്തൊരു കാറ്റ് വരുമ്പോ അതിന്റെ മുകളിൽ പൊടി വീഴും. പിന്നെ മഴ വരുമ്പോ പായല് പിടിക്കും. ഇങ്ങനെ പതുക്കെ 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 അതിനകത്തേക്ക് വെളിച്ചം കയറുന്നത് കുറയും. അപ്പൊ വെളിച്ചം കുറഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് വെളിച്ചത്തിന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. അപ്പോ കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം നമ്മളൊരു അല്പം വെള്ളവും തുണിയൊക്കെ എടുത്തിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ആ വെള്ളം അല്ലെങ്കിൽ ഈ പ്രകാശം അകത്തേക്ക് കിടക്കാൻ പാകത്തിൽ ട്രാൻസ്പെറന്റ് ആക്കി സൂക്ഷിക്കും. പക്ഷെ പലരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. കാരണം എന്താ അറിയോ? ഓരോ ദിവസം ചെറുതായിട്ട് മൂടി വരുമ്പോൾ നമ്മൾ അതുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യും, അതിനെ അഡാപ്റ്റ് ചെയ്യും. അതായിട്ട് പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ വീട്, ഇങ്ങനെയാണ് വെളിച്ചം ഇത്രയേ വരുള്ളൂ എന്ന രീതിയിൽ നമ്മൾ അതിനെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച് പോകുന്നതിന്റെ ഇടയിൽ ചിലർ മാത്രം ഇത് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഏതുപോലെ നമ്മുടെ വീട്ടിന്റെ മുന്നില് വഴിയുടെ വീടിന്റെ ഇടയിലുള്ള നീർക്കുഴലുണ്ടല്ലോ, നീർച്ചാലയിൽ വെച്ചിട്ടുള്ള കുഴലിനകത്ത് ചപ്പും ചവറും വന്ന് അടിഞ്ഞപ്പോൾ വെള്ളം കവിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കയറിയതുപോലെ നമ്മൾ ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ ചപ്പും ചവറും നീക്കാൻ നിൽക്കും ചിലർക്ക് ചപ്പും ചവറോടുണ്ടെന്ന് മനസ്സിലാവില്ല. അങ്ങോട്ട് പോകും. ഈ ചപ്പും ചവറും നീക്കിയാൽ വെള്ളം സ്വാഭാവികമായിട്ട് ഒഴുകുന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ത്രൂ ആയി, എല്ലാ കാര്യങ്ങളും കൃത്യമായി. വെളിച്ചം അകത്തേക്ക് വന്നു, അല്ലെങ്കിൽ വെള്ളം നേരെ ഒഴുകിപ്പോയി. ആരോഗ്യത്തിലാണെങ്കിൽ അത് വളരെ ക്ലിയർ ആയി, ജീവിതത്തിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി. ഈ ഒഴുക്ക്, പ്രകൃതി അല്ലെങ്കിൽ പരിസരം നമ്മുടെ ശരീരത്തിനകത്തുകൂടെ നമ്മിലൂടെ കടന്നു പോകുന്ന ആ ഒഴുക്ക് കൃത്യമായാൽ, അതിന്റെ തടസ്സങ്ങൾ മാറ്റിയാൽ ഈ ഒഴുക്ക് കൃത്യമാകും. ഒഴുക്ക് കൃത്യമായിരിക്കുന്ന ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വലിയ രീതിയിലെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും, അത് കയറി ഇറങ്ങി പോകുന്നതാണ് ജീവിതം. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ ആ ഒഴുക്ക് കാണുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാത്ത, ഈ ഒഴുക്കിനെ അനുവദിക്കാത്ത ആളുകൾക്കൊക്കെ എന്താ തോന്നുക? അയാൾക്ക് എന്തോ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അയാൾക്ക് എന്തോ ഭാഗ്യം വന്നിട്ടുണ്ട്, അയാൾക്ക് എന്തോ സിദ്ധി കൈവന്നിട്ടുണ്ടെന്ന് പറയും. സത്യത്തിൽ പ്രകൃതി നമുക്ക് നൽകിയ സഹജമായ ശേഷിയെ അതിന്റെ സഹജമായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അതറിയാത്തവർ വിളിക്കുന്ന പേരാണ് സിദ്ധി എന്നുള്ളത്. സിദ്ധിക്കുന്നത് എന്താണ്? പ്രകൃതിയിൽ നിന്നും സിദ്ധിക്കുന്നത്. എന്തിലേക്കാണ് സിദ്ധിക്കുന്നത്? കൃത്രിമമായ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ തടസ്സങ്ങൾ മാറിയപ്പോൾ നമുക്ക് കൈവന്നതെന്തോ അതിനെയാണ് സിദ്ധി എന്ന് വിളിച്ചത്. അപ്പോ സിദ്ധികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഈ ശരീരത്തിന്റെ ഈ ഒഴുക്ക്, ശരീരത്തിന്റെ മനസ്സിന്റെ വികാരങ്ങളുടെ ഒഴുക്കുണ്ടല്ലോ, ഈ ഒഴുക്കുകള് തടസ്സപ്പെടുത്തുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്? പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വികാരങ്ങളാണ്. നമുക്ക് സന്തോഷം വന്നു, നമ്മൾ ചിരിച്ചു, നമ്മൾ ആർത്തുല്ലസിച്ച് ചിരിച്ച് ആഘോഷിച്ച് അതങ്ങ് കളഞ്ഞു പോയി. വീണ്ടും നമ്മളൊരു സന്തോഷം വന്നു, ചിരിച്ചു, അത് കഴിഞ്ഞു, കടന്നുപോയി. നമ്മൾ ആ കുഴല് പോലെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് പറഞ്ഞത്. സങ്കടം വന്നു, സങ്കടം വന്ന് അന്തിച്ചു പോയി, നമ്മളൊന്ന് വ്യാകുലപ്പെട്ടു, കരയാൻ തോന്നി. ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ കരഞ്ഞാലേ, വലുതായില്ലേ, ആണായിപ്പോയില്ലേ, അല്ലെ പെണ്ണായിപ്പോയില്ലേ, എങ്ങനെ കരയും? വലുതായിട്ട് കരയാൻ പറ്റില്ല. ഇത് കടത്തിവിടില്ല, ഇത് സൂക്ഷിച്ചു വെക്കും. പോരെ, ഇത് മതിയല്ലോ. അടുത്ത പ്രാവശ്യം അടുത്തൊരു കാര്യം വരുന്നു, സന്തോഷം വന്നു, കടത്തിവിട്ടു. സങ്കടം വന്നാൽ അത് കരുതി വെക്കും. ഇങ്ങനെ കരുതി വെച്ച് ഈ കരുതി വെച്ച കാര്യങ്ങളെല്ലാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നാഡീകേന്ദ്രങ്ങളിൽ, ഈ ശരീരത്തിന്റെ ജോയിന്റുകളിൽ, ലിംഫാറ്റിക് സർക്കുലേഷനിൽ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലോക്കുകളായിട്ട് നിന്നിട്ട് നമുക്ക് ശരീര പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറും. ഈ വൈകാരിക പ്രശ്നങ്ങളാണ് നമ്മളെ എപ്പോഴും തടസ്സപ്പെടുത്തുന്നത്. ഇതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകാതെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. ഇത് ചെറിയ കാലം മുതലേ പ്രതിസന്ധികൾ അനുഭവിച്ച് വരുമ്പോൾ എന്തായി, നമുക്കതൊരു ചിന്താപദ്ധതിയായിട്ട് മാറി. ഇതാണ് എന്റെ ജീവിതം,
കഷ്ടപ്പാടും ദുരിതവുമാണ് എന്റെ ജീവിതം, പട്ടിണിയാണ് എന്റെ ജീവിതം, അല്ലെങ്കിൽ അസുഖങ്ങളാണ് എന്റെ ജീവിതം, അല്ലെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും എന്നെ അംഗീകരിക്കാത്തവരുള്ളതാണ് എന്റെ ലോകം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. ഒരു പാറ്റേൺ, ഒരു വിന്യാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. ഈ വിന്യാസം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ജീവിതം ഇങ്ങനെ ഡിഫിക്കൽറ്റിയിലൂടെ ഇങ്ങനെ പോകുന്നു. അപ്പുറത്ത് നമ്മൾ കാണുന്നുണ്ട് ചിലർ സിദ്ധികൾ, അമാനുഷികമായ സിദ്ധികൾ സംഭരിച്ചിട്ട് ആ സിദ്ധികളിലൂടെ പോകുന്നവർ, അവരെത്ര സുഖമായി ജീവിക്കുന്നു. നമുക്ക് വിളിക്കാൻ ഒരു കാരണമായി അവർക്ക് സിദ്ധി കൈവന്നിട്ടുണ്ട്, എനിക്ക് സിദ്ധിയില്ല, ഞാൻ വളരെ സാധാരണക്കാരനായ പരിതാപകരമായ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. ചിലരെങ്കിലും അല്പം സൃഷ്ടാത്മകതയുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നേടണം എന്നൊക്കെ തോന്നുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബാധ്യതകളുള്ളവർ ചിലരെങ്കിലും പരിശ്രമിച്ച് ഇതിനെ അതിജീവിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അവര് അമാനുഷിക സിദ്ധികളിലേക്ക് ഇങ്ങനെ പോകാൻ ശ്രമിക്കും. അതിനെന്ത് ചെയ്യണം എന്നുള്ള ഒരു അന്വേഷണം അവരുടെ ഉള്ളിൽ ഉണ്ടായാൽ പ്രകൃതി അതിനുള്ള വഴി കൊടുക്കും. ഒന്നുകിൽ ഒരു ഗുരുവിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവിന്റെ രൂപത്തിൽ അതിങ്ങനെ കൊടുക്കും. അതിലൂടെയാണ് നമ്മൾ നമ്മുടെ ശേഷികളെ സിദ്ധികളാക്കി പരിവർത്തിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന, യോഗശാസ്ത്രത്തിലും ഒക്കെ പറയുന്ന ഈ അഷ്ടസിദ്ധികൾ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കൂടി ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. നമ്മൾ യോഗ സാധനകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, തപസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ചില സിദ്ധികൾ നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇതെന്ത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അതായത് മാനുഷികമായിട്ടുള്ള ശേഷികളെ നമ്മൾ ജീവിതത്തിന്റെ വളവും തിരിവും തടസ്സങ്ങളും കൊണ്ട് മൂടി വെച്ചു കഴിഞ്ഞപ്പോൾ അതിൽ സഹജമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാതെയായി. അതാണ് ജീവിതം എന്ന് നമ്മൾ ധരിച്ചു വശായി. അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റിയപ്പോൾ, അതിനെ തുറന്നു വിടാൻ പറ്റിയപ്പോൾ അത് സാധാരണ രീതിയിൽ ഒഴുകുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നു. ആ കൃത്യമായിട്ട് നടത്താനുള്ള ശേഷി നമ്മുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ നമ്മൾ അതിനെ സിദ്ധിച്ചത് എന്നർത്ഥത്തിൽ സിദ്ധി എന്ന് വിളിച്ചു. ഇതിനെ യോഗമാർഗങ്ങളിലൊക്കെ 8 പ്രധാന സിദ്ധികളെ, ഒരുപാട് സിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 8 പ്രധാന സിദ്ധികളെ കുറിച്ച് പറയുന്നത് അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നുണ്ട്. ഈ അഷ്ടസിദ്ധികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ രാമുഖം പറഞ്ഞതേ ഉള്ളൂ, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ അഷ്ടസിദ്ധികൾ എന്താണെന്ന് പറയാം. അപ്പോ അഷ്ടസിദ്ധികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ അഷ്ടസിദ്ധി എന്ന് പറയുന്നതിലെ സിദ്ധി, ഈ ഹനുമാൻ ശരീരം ചെറുതാക്കിയതുപോലെ, ഹനുമാൻ ശരീരത്തെ വലുതാക്കിയ പോലെ, ഹനുമാൻ പറന്നുപോയതുപോലെ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേടാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങൾ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിൽ എത്തിയാൽ പോലും നിങ്ങളുടെ ശരീരത്തിനെ അതിന്റെ ഹോളോഗ്രാം ആക്കി എടുത്തിട്ട് ഒരിടത്ത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് അവിടെ പ്രസന്റ് ആവുക. ഇപ്പൊ ഞാൻ പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പറയുന്ന ശബ്ദം ഇവിടെ മൈക്കിലൂടെ പോയി അതിനെ മോഡുലേറ്റ് ചെയ്ത് അത് ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ കടന്നു വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ഡീമോഡുലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ സ്പീക്കർ ശബ്ദിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ എന്റെ ശബ്ദം എന്ന രീതിയിൽ നിങ്ങൾ അതിനെ തിരിച്ചറിയുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സിദ്ധി എന്നുള്ള കാര്യം, അഷ്ടസിദ്ധി എന്ന് പറയുന്ന കാര്യം, ഹനുമാൻ ഉണ്ടായതിനെ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിട്ടാണ്. അത് സത്യത്തിൽ നമുക്ക് അങ്ങനെ ഈ എന്താ പറയുക, ഹോളോഗ്രാം എന്നുള്ള രീതിയിൽ എന്റെ ശരീരത്തെ മാറ്റി വേറൊന്നാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാനല്ല അവിടെ പുനർജനിക്കുന്നത്, എന്റെ ശബ്ദമല്ല അവിടെ പുനർജനിക്കുന്നത്. അപ്പോ അത് സിംബോളിക്കായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു പ്രതീകമായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ സിദ്ധി എന്നുള്ള സംഭവം എന്താ? ഈ അഷ്ടസിദ്ധികൾ എന്തൊക്കെയാണ്? 8 പ്രധാന സിദ്ധികളെ കുറിച്ചാണ് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പോ 8 പ്രധാന സിദ്ധികളെ കുറിച്ചാണ് പറയുന്നത്. അവയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് സത്യത്തിൽ ബോധത്തിന്റെ, നമ്മൾക്ക് ബോധമുണ്ട്, നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട്. ഈ ബോധത്തിന്റെ പരമാവധി സാധ്യതകളാണ് സിദ്ധികൾ എന്ന് പറയുന്നത്. അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് പരമാവധി സാധ്യതകളാണ്. അത് യോഗികൾക്ക് അത്ഭുത സിദ്ധി ഉണ്ടായി എന്ന് പറയുന്നത് സത്യത്തിൽ അവരുടെ ബോധത്തിനാണ് ഉണ്ടാവുന്നത്. അവർക്ക് പറക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അവരുടെ ബോധത്തിന് പറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിലും വരാൻ പോകുന്ന ഒരു അപകടത്തെ കുറിച്ച് നിങ്ങൾ തോട്ടിയിട്ട് വലിച്ച് സ്വന്തമാക്കില്ലേ? ആലോചിച്ച് അതിലൂടെ പറന്നെത്താറില്ലേ?
ചിലരുടെയൊക്കെ മുന്നിൽ നിങ്ങളുടെ ഈഗോ അങ്ങോട്ട് വലുതായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലേ? നിങ്ങൾ ചിലരുടെയൊക്കെ മുന്നിൽ വളരെ ചെറുതാകുന്നതായിട്ട് തോന്നാറില്ലേ? ചിലരുടെയൊക്കെ മുന്നിൽ നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടൊരവസ്ഥ ഉണ്ടാകാറില്ലേ? ചിലരെയൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലേ? ഇതൊക്കെ യോഗികൾ ചെയ്തിട്ടുള്ളതാണ്. അതിനെ കഥയിലൂടെ കേട്ടപ്പോൾ നമ്മളിതിങ്ങനെ അമാനുഷികമായിട്ട് കരുതി. ശരിക്കും പറഞ്ഞാല് ഈ അത്ഭുത ശക്തികളാണോ സിദ്ധി എന്ന് പറയുന്നത്? അത്ഭുത ശക്തികൾ നേടുകയാണ് ഈ ആത്മീയ സാധന കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്, യോഗ സാധനകളിലൂടെ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് നമ്മുടെ ബോധത്തിന്റെ ആഴത്തിലുള്ള പരിണാമമാണ്. ആഴത്തിലുള്ള പരിണാമം എന്ന് പറയുമ്പോൾ ബോധം മാറുന്ന സമയത്ത് അതനുസരിച്ച് ശരീരം മാറും, മനസ്സ് മാറും, അറിവ് മാറും, പ്രാണന്റെ ചലനം മാറും, ജീവിതം ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ലെവലിലേക്ക് പോകും. ഒപ്റ്റിമം ലെവൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പുതിയൊരു BMW കാർ വാങ്ങിച്ചു എന്നിരിക്കട്ടെ, ഹൈവേയിലൂടെ അത് ഒരു 250 കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെങ്കിലും അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് ഒന്നും അറിയില്ല. അത് ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എത്ര സ്പീഡ് പ്രവർത്തിച്ചാലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനെ നമ്മളൊരു ഇന്ത്യയിലെ ഒരു സാധാരണ കട്ട് റോഡിലൂടെ ഓടിച്ചു എന്നിരിക്കട്ടെ, ഏതാണ്ട് ആ സ്പീഡിലൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിന്റെ എല്ലാ ഭാഗങ്ങളും ഇളകി തെറിച്ച് പോകും, എല്ലാം കംപ്ലൈന്റ് ആവും. വീണ്ടും നമ്മൾ കൊണ്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴയ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ആ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഒപ്റ്റിമം ലെവൽ എന്ന് പറയുക, ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിന് ക്ലേശം ഉണ്ടാവില്ല, അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ബുദ്ധിമുട്ടില്ലാത്ത ആ അവസ്ഥയിലെ, ക്ലേശമില്ലാത്ത അവസ്ഥയിലെ, ആ ക്ലേശമില്ലാത്ത അവസ്ഥയിലുള്ളവനെ, ക്ലേശരാഹിത്യത്തെ ആണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ക്ലേശമില്ലാത്ത അവസ്ഥയാണ് ഈശ്വരീയം, ക്ലേശമില്ലാത്തവനാണ് ഈശ്വരൻ. ഈ BMW കാറ് ഏറ്റവും ഭംഗിയായിട്ട് ഓടുന്ന രീതിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളപ്പോൾ അത് ക്ലേശരഹിതമാണ്, ഈശ്വരീയമാണ്. അതിനെ കട്ട് റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് അത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. തൊട്ടാലും പിടിച്ചാലും അതിൽ അവിടെ തട്ടും, ഇവിടെ മുട്ടും, അവിടെ നിന്ന് ശബ്ദം വരും. ഇത് പൈശാചികമാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ കാറിന് രോഗമുണ്ട് എന്ന് പറയാം, ദുരിതമാണ്, അതിലെ യാത്ര ദുരിതമാണെന്ന് പറയാം. ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൽ ഉണ്ടാവും. ജീവിതം ഏറ്റവും നന്നായി പോവുക എന്നുള്ളത് ആവുമ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് പറയും, ഐശ്വര്യമുണ്ടെന്ന് പറയും. ആ ഐശ്വര്യമുണ്ടെന്ന് പറയുന്നത് ശരീരം ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ, മനസ്സ് ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ, ബോധം ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ, അതിലൂടെ അതിനെല്ലാം ചലിപ്പിക്കുന്ന പ്രാണൻ കൃത്യമായിട്ട് ചലിക്കുമ്പോൾ ഇതെല്ലാം ഭംഗിയായി പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് പോവുക എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ശേഷിയാണ് ഈ അഷ്ടസിദ്ധി എന്ന് പറയുന്നത്. യോഗതന്ത്ര പാരമ്പര്യങ്ങളില് സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒളിമ്പസ് പറയുന്നത് ഇത് പുറം ലോകത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തികളല്ല, അകത്തെ, അവനവന്റെ അകത്തെ അവനവനെ ക്ലിയർ ആക്കാനുള്ള, അവനവനെ ഈശ്വരീയത്തിൽ എത്തിക്കാനുള്ള, അവനവനെ ക്ലേശരഹിതമാക്കാനുള്ള ബോധത്തിന്റെ 8 ഉയർന്ന സാധ്യതകളാണ്. അപ്പൊ പ്രധാനമായിട്ടും 8 കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ആ 8 കാര്യങ്ങൾ ഇവയാണ്. ഒന്ന് അനിമ. അനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണുവോളം ചെറുതാകുന്ന ഒരവസ്ഥ. ഹനുമാൻ എവിടെയോ ചെന്ന് കഴിഞ്ഞപ്പോ ആരുടെയോ വായുടെ മുമ്പിൽ ഏറ്റവും ചെറുതായിട്ട് അതിനകത്തൂടെ കടന്നുപോയി എന്നൊരു കഥയുണ്ടല്ലോ. ശരീരത്തെ ചെറുതാക്കുന്ന ഒരവസ്ഥ. ശരീരത്തെയാണോ ചെറുതാക്കുന്നത് നമുക്ക് പഠിക്കാം. 2 മഹിമ, വലുതാകുന്ന അവസ്ഥ, ഭീമാകാരമായ അവസ്ഥയിലേക്ക് വളരുന്ന അവസ്ഥ. ലിഖിമ, ഭാരം കുറഞ്ഞു ഒരു ഭാരവുമില്ല എന്ന് പറയുന്നൊരവസ്ഥ. ഗരിമ, ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടിയിട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ആകുന്നൊരവസ്ഥ. ഹനുമാന്റെ പാല് ആരോ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് പറ്റാത്തൊരവസ്ഥയില്ലേ, അത് ഗരിമയാണ്. പിന്നെ ഈ ഹനുമാനാണ് ഈ അഷ്ടസിദ്ധികളുടെയും മൂർത്ത രൂപം എന്ന് പറയുന്നത്. പിന്നെ പ്രാപ്തി, നമുക്കൊരു കാര്യം പ്രാപിക്കണം, നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രാപിക്കാനുള്ള ശേഷി, അത് നേടാനുള്ള ശേഷി. നമുക്ക് പലപ്പോഴും പലർക്കും പലതും വേണം എന്ന് തോന്നുമെങ്കിലും അത് സാധൂകരിക്കാൻ പറ്റാറില്ല, സാക്ഷാത്കരിക്കാൻ പറ്റാറില്ല. അപ്പൊ അത് കഴിയുന്ന അവസ്ഥയാണ് പ്രാപ്തി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് 6ാമത്തെയാണ് പ്രാഗാമ്യം എന്ന് പറയുന്നത്. പ്രാഗാമ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കുക. മറ്റേത് ലക്ഷ്യം സ്വാഭാവികമായി സംഭവിക്കുന്ന അവസ്ഥയാണ് പ്രാപ്തിയെങ്കിൽ, പ്രാഗാമ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ആഗ്രഹം തോന്നുന്നു, അത് നടപ്പിലാക്കുക. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരാളെ വിളിക്കണം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്ന സമയത്ത് അയാളെ തിരിച്ചു വിളിക്കും. നിങ്ങൾക്ക് ലഡു വേണം ആഗ്രഹം തോന്നുന്ന സമയത്ത് ഒരു വിരുന്നുകാരൻ ലഡുവും കൊണ്ടുവരും. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി 7ാമത്തെ ഒരു ശേഷിയുണ്ട്, ഈശിതം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും നമ്മുടെ അധീരതയിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥ, നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്ന അവസ്ഥ.
നമുക്ക് എല്ലാത്തിനെയും ഈശ്വരനെ പോലെ, രാജാവിനെ പോലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. അടുത്തതാണ് വശിത്വം, വശീകരിക്കുന്ന ഒരവസ്ഥ, നമുക്ക് വേണ്ടതിനെല്ലാം നമ്മിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഇങ്ങനെ 8 അവസ്ഥകൾ: അനിമ, മഹിമ, ലഖിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാഭ്യം, ഈശിതം, വശിത്വം. 8 എണ്ണം. ഇത് ഓരോന്നും എന്താണ് എന്ന് നോക്കാം. ഈ അനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറുതാവുക എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവനവൻ കുരിശ് എന്ന് കേട്ടിട്ടുണ്ടോ? അവനവൻ കുരിശ്. ജീവിതത്തിൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാന്നറിയും? മറ്റാരുമല്ല, നമ്മൾ തന്നെ. നമ്മുടെ ഞാൻ ഭാവം, ഞാൻ എന്നുള്ള തോന്നല്, അല്ലെ എനിക്ക് കഴിയും, അല്ലെ ഞാൻ ചെയ്യും, ഞാനാണ് ഇതിന്റെ അധിപൻ എന്നൊക്കെ പറയുന്ന ഈ ഞാനില്ലേ, ഈ ഞാനാണ് ഇതിലെ ഏറ്റവും വലിയ കുരിശ്. ആ അവനവൻ കുരിശ് എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം. ആ അഹം എന്നുള്ളത് ചുരുങ്ങുന്ന ഒരവസ്ഥ. അപ്പൊ എന്താണ് അഹം എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഞാൻ അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അഹം എങ്ങനെയാണ് ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അന്വേഷണം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. ഞാൻ എന്ന് പറയുന്ന ആ ഒന്ന്, എന്റെ ഒരു അതിരുണ്ട്. എന്റേത് എന്ന് പറയുന്നതൊക്കെ അതിനകത്തും എന്റേതല്ലാത്തതൊക്കെ പുറത്തും. അതിന് കൽപ്പിക്കുന്ന അതിരിന്റെ പേരാണ് അഹം എന്ന് പറയുന്നത്. അതിന് കൽപ്പിക്കുന്ന ഒരു അതിര്. പരന്നു കിടക്കുന്ന കടല്, ആ കടലിന്റെ ഒരു ഓരത്ത് അല്ലെങ്കിൽ കായലിന്റെ ഓരത്ത് മീൻ പിടിക്കാനായിട്ട് നമ്മൾ ചീനവല വെച്ചിട്ടുണ്ട്. എറണാകുളത്തൊക്കെ പോലെ മറ്റേ എന്താ പറയാ, എറണാകുളം ഭാഗത്തൊക്കെ പോയാൽ കാണാം ചീനവലകള്. ഇപ്പൊ ചീനവലയുടെ ഇടയിലേക്ക് ഈ വല ഇങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് ബോട്ടുകളും മറ്റേ തോണികളൊക്കെ വന്ന് കയറും. കയറാതിരിക്കാൻ വേണ്ടി ഇവരെ ചെയ്യുന്നറിയോ? തെങ്ങിന്റെ കുറ്റികൾ കൊണ്ട് ഈ കായലിൽ ഇങ്ങനെ ഒരു വേലി പോലെ അടിച്ചു വെക്കും, തെങ്ങിന്റെ കുറ്റികൾ. പിന്നെ അതിനകത്തേക്ക് ബോട്ട് വന്ന് കയറില്ലല്ലോ. തെങ്ങിന്റെ കുറ്റിയുടെ വെളിയിൽ എന്താ? കായലും വെള്ളവും. തെങ്ങിന്റെ കുറ്റിയുടെ അകത്തെന്താ? കായലും വെള്ളവും. പക്ഷെ ഇവിടെയാണ് മീൻ പിടിക്കുക. ഈ പ്രദേശത്താണ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. മീൻ പിടിക്കുക എന്നുള്ള പരിപാടി ഇതിനകത്താണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വേലിയില്ലേ, ഇതാണ് ഇതിന്റെ അതിര്, ഈ പ്രവർത്തന മണ്ഡലത്തിന്റെ അതിര്. പ്രവർത്തനം നടത്തേണ്ടത് ഇതിനകത്താണ്. അതുപോലെ പ്രപഞ്ചമാകുന്ന ആ ഒരു കടലിനകത്ത് എന്റെ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറിക്ക് നമ്മൾ ഇട്ട പേരാണ് അഹങ്കാരം എന്ന് പറയുന്നത്, അഹം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ പറയുന്നത് ഞാൻ വലുത് എന്ന് കാണിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ വലുതെന്ന് കാണിക്കുന്നതല്ല, ഞാൻ എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. ഈ ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, ഈ അവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ എന്നുള്ളത് ഇപ്പൊ എന്റെ അടുത്ത് വരാം, ദൂരേക്ക് വെക്കാം. ഇപ്പൊ നമ്മള് കാറിലേക്ക് കയറുന്നത് വരെ നമ്മളൊരു കയ്യാലയുടെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയുള്ള വഴി മതി. കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കയ്യാലയുടെ വഴി പോരാ. കാറിൽ കയറി ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കാറിന്റെ വലുപ്പത്തിൽ വേണം നമുക്ക് പോകാനുള്ള സ്ഥലം. അപ്പൊ അതിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ വേലിയിലെ ഞാനെന്ന് പറയുന്ന വേലി ഭയങ്കരമായിട്ട് കനത്ത് നിൽക്കും ചിലർക്ക്. ഈ വേലിയുടെ കനം കൂടുമ്പോൾ തരാം, ഇതിനകത്തൂടെ എന്തെങ്കിലും കയറണമെങ്കിലും ഇറങ്ങണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്റെ ശരീരത്തിനകത്തേക്ക് ഭക്ഷണം കയറണമെങ്കിൽ, വായു കയറണമെങ്കിൽ, വെള്ളം കയറണമെങ്കിലൊക്കെ ഈ അഹത്തിനെ മറികടന്നിട്ട് വേണം അത് പുറത്തെ പരിസരത്ത് നിന്ന് എന്നിലേക്ക് എത്താൻ. എന്റെ പരിസ്ഥിതിയിൽ നിന്നും വേണ്ടുന്ന ഭക്ഷണമോ വായു വെള്ളമോ ഒക്കെ എന്റെ അകത്തേക്ക് എത്തണമെങ്കിൽ ഈ ഞാനിന്റെ വേലി കഴിഞ്ഞിട്ട് വേണം വരാൻ. ഈ വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ആവശ്യമായതുകൊണ്ട് അത് അകത്തേക്ക് കയറും. അതല്ലാത്ത ജീവിതത്തെ താങ്ങി നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, പരസ്പര ബന്ധങ്ങള്, ആശയങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്നുള്ള വേലി വലുതാകുമ്പോൾ ഇതിനകത്തൂടെ കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. സത്യത്തിൽ ഈ കായലിന്റെ കാര്യം പറഞ്ഞതുപോലെ അകത്തും വെള്ളം പുറത്തും വെള്ളം, അതുപോലെ എന്റെ അകത്തും പ്രപഞ്ചമാണ് പുറത്തും പ്രപഞ്ചമാണ്. ഈ പുറത്തുള്ള പ്രപഞ്ചത്തിന്റെ ഒരു പാർട്ടാണ് അകത്തുള്ള പ്രപഞ്ചം. പുറത്തുള്ള പ്രപഞ്ചത്തെ ആശ്രയിച്ചാണ് അകത്തുള്ള പ്രപഞ്ചം ഇരിക്കുന്നത്. അകത്തുള്ള പ്രപഞ്ചത്തിന്റെ പ്രതിഫലനമാണ് പുറത്ത് കാണുന്നത്. ഇത് രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ഒന്നായിരിക്കും. ഇതിന് വേലി കെട്ടിത്തിരിക്കുമ്പോൾ രണ്ടിനും രണ്ട് സ്വഭാവം നമുക്ക് ഫീൽ ചെയ്യും. വേലിക്കെട്ടിന്റെ അളവ് കൂടുന്തോറും അവിടേക്കുള്ളത് ഇവിടെയുള്ളത് അവിടേക്കോ പോകാൻ കഴിയാത്ത രീതിയിലായിത്തീരും. ഇതാണ് നമുക്ക് എപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. നമ്മളെ പ്രകൃതിയുമായി, നമ്മുടെ ചുറ്റുപാടുമായിട്ട് കണക്ട് ചെയ്യാതെ നിർത്തുന്ന, നമ്മളെ ഈശ്വരനുമായിട്ട്, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം ഉള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കുക, പ്രകൃതി എന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കുക, ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന ഈ അഹമാണ്. ഈ അഹത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അഹം ചുരുങ്ങുന്ന അവസ്ഥയാണ് അനിമ. അണുവോളം ചെറുതാകുന്ന അഹമുള്ളത്. എങ്ങനെയാണ് ഈ അഹത്തെ ചെറുതാക്കുക? അഹം ചെറുതായ പിന്നെ നമ്മളില്ല, അഹം ഇല്ലാതായ നമ്മളില്ല. നമ്മളെന്ന് പറയുന്നത് ഈ അഹത്തെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. പക്ഷെ അഹം എന്ന് പറയുന്നത്
ഇല്ലാതെയായ പിന്നെ നമ്മളില്ല. അപ്പൊ പിന്നെ അഹത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ കഴിയില്ല, ചെറുതാക്കുക. എങ്ങനെ ചെറുതാക്കുക? അതിന്റെ ആ വേലിയുടെ കനം നേർപ്പിക്കുക, അത് അണുവോളം ചെറുതാകുക. അപ്പോ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന്റെ അളവ് കുറയ്ക്കുക, സൂക്ഷ്മമായ സത്യങ്ങളെ തിരിച്ചറിയാം, ഈ ഏറ്റവും ചെറിയ 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 കാര്യങ്ങളെ തിരിച്ചറിയാം. ഞാൻ എത്രത്തോളം ചെറുതാകുന്നു അത്രത്തോളം എനിക്ക് പുറത്തും അകത്തുമുള്ള യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് വെക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഈ ഈഗോലെസ്നെസ് എന്നൊക്കെ പറയുക. അപ്പോ ഒന്നാമത്തെ സിദ്ധിയായിട്ട് മനസ്സിലാക്കേണ്ടത് അണിമയാണ്. അണിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹത്തെ വളരെ ചെറുതാക്കുക. നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുന്നു, നമ്മുടെ അയൽപക്കക്കാരൻ ഒരു കാര്യം പറയുന്നു, ആ കാര്യം പറയുന്ന സമയത്ത് നമുക്കത് ഇഷ്ടാവുന്നില്ല. നീ എങ്ങനെ അത് എന്നോട് പറയും എന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാനൊരു പ്രഭാഷണത്തിൽ കേട്ട സ്കൂളിലെ കുട്ടികളെ കൂടെ ഇങ്ങനെ പോകുന്നു, സ്കൂൾ ബസ്സിൽ ഇങ്ങനെ പോകുന്നു. സ്കൂൾ ബസ്സിൽ പോകുന്ന സമയത്ത് അപ്പുറത്തോടെ ഒരു കാറ് ഇവരെ കവച്ചു വെച്ച് പോകുന്നുണ്ട്. അപ്പോ കുട്ടികളെ കൂടെ ഡ്രൈവർ മാമനോട് പ്രോത്സാഹിപ്പിച്ചു, ഡ്രൈവർ മാമ നിങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്യൂ എന്ന് പറയുന്നു. അപ്പൊ മാമൻ അതിനോട് ശ്രദ്ധിച്ച് വണ്ടി സ്പീഡൊക്കെ കൂട്ടി നോക്കിയിട്ടും കാറിന്റെ സ്പീഡിൽ അങ്ങ് പറക്കുന്നു. അടുത്ത ജംഗ്ഷനിൽ ഹമ്പ് വന്നു കഴിഞ്ഞപ്പോ കാറ് പതുക്കെ പോയി. അപ്പൊ ബസ് വലിയ അതായതുകൊണ്ട് ഹമ്പ് പെട്ടെന്ന് ചാടി അതിന്റെ അകത്തൂടെ പോയപ്പോ ഈ കുട്ടികളൊക്കെ ബസ് ഡ്രൈവറെ നോക്കി കൊഞ്ഞനം കുത്തി. അത് ബസ് ഡ്രൈവർ അല്ല, കാർ ഡ്രൈവറെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തിയിരുന്നു. കാർ ഡ്രൈവർക്ക് മനസ്സിലാവും ഇത് എന്തിനാ കൊഞ്ഞം കുത്തുന്നത്, അയാൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മുടെ അഹമുണ്ടല്ലോ, ഞാൻ വിജയിക്കണം, ഞാൻ മുന്നോട്ടാകണം എന്ന് പറയുന്ന അഹമാണ് ഈ പണിയെടുത്തത്. മറ്റേ ആൾക്ക് ഇത് മനസ്സിലാവോ? അയാൾ ചിന്തിച്ചിട്ടേ ഇല്ല, അയാൾക്ക് അറിയുകയില്ല. ഇവിടെ തോൽക്കുന്നത് ആരാണ്? തോൽപ്പിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെ. ഈ അഹമാണ് നമുക്ക് പലരുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ജീവിതത്തിൽ ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ഊർജമില്ലേ, ഈ ഊർജത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ കാര്യത്തിന് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം ഭംഗിയായി പോകും. പക്ഷെ ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാൻ അഹം എപ്പോഴും പണിയെടുക്കും. ഈ അഹം ചുരുങ്ങുന്ന അവസ്ഥയാണ് അനിമ എന്ന് പറയുന്നത്. അനിമ. അടുത്തത് രണ്ടാമത് പറഞ്ഞത് മഹിമ എന്നുള്ളതാണ്. മഹത്വത്തിലേക്ക് വരുന്ന, മഹത്താകുന്ന അവസ്ഥ. എന്താണ് മഹത്താകുന്നത്? അഹമല്ല. അഹം വിശാലമാകുന്ന ഒരവസ്ഥയല്ല, ബോധം, തിരിച്ചറിവ്. നമ്മൾ അതിനെ അനിമയെ സാധാരണ ഹനുമാന്റെ കഥയിൽ പറയുമ്പോൾ ഈ വിശ്വത്തോളം വലുതാകുന്ന ഒരു ശരീരമായി വളരുക എന്നുള്ളതാണ്. വിശ്വത്തോളം വളരുന്ന ശരീരമാണോ? അല്ല, വിശ്വത്തോളം വളരുന്നത് ബോധമാണ്. അനന്തമായ ബോധം എന്ന് വെച്ചാൽ എല്ലാം ബോധമാണെന്നും എല്ലാം ഒരു ശരീരമാണെന്നും തിരിച്ചറിയുന്ന അവസ്ഥ. പ്രപഞ്ചമെന്ന മഹാകൂടിനകത്ത്, സൗരയൂഥം അല്ലെങ്കിൽ ഗാലക്സി ആകുന്ന കൂടിനകത്ത്, മിൽക്കി വേ എന്ന ഗാലക്സി ആകുന്ന കൂടിനകത്ത്, സൗരയൂഥമാകുന്ന കൂടിനകത്ത്, ഭൂമിയാകുന്ന കൂടിനകത്ത്, ജീവരാശിയാകുന്ന കൂടിനകത്ത്, മനുഷ്യരാശിയാകുന്ന കൂടിനകത്ത് ഒരു ജീവിയായ കൂടായ ഞാൻ എന്നതിന്റെ അകത്ത്, എന്റെ അവയവങ്ങളാകുന്ന കൂടുകൾക്കകത്ത്, കലകളാകുന്ന കൂടുകൾക്കകത്ത്, കോശങ്ങളാകുന്ന കൂടുകൾക്കകത്ത്, തന്മാത്രകളാകുന്ന കൂടുകൾക്കകത്ത്, അണുക്കളാകുന്ന അല്ലെങ്കിൽ ആറ്റങ്ങളാകുന്ന കൂടിനകത്ത്, ക്വാക്കുകളാകുന്ന കൂടുകൾക്കകത്ത് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇതെല്ലാം ചേർന്നിട്ട് ഒറ്റ ശരീരമാണ്. ഓരോ കോശവും, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഞാൻ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെവ്വേറെ ആണല്ലോ. നമുക്കങ്ങനെ മനസ്സിലാവൂ. എന്റെ കൈ എന്ന് വെച്ചാൽ കൈയാണ്, ഞാനാണ്. എന്റെ ഇവിടെ ഈ കൈയുടെ തുമ്പത്ത് ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്തു കിട്ടിയാൽ ഞാൻ മൊത്തത്തിൽ ഞെട്ടും. ഇത് ഞാനാണ്, അത് എനിക്കറിയാം ഞാനാണ്. കോശത്തിന് അറിയണ്ടേ? കടിക്കുന്ന പട്ടി അല്ല, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ പട്ടിക്ക് അറിയില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു തമാശയുണ്ടല്ലോ. അതുപോലെ കോശത്തിനത് അറിയില്ല. കോശം ഞാൻ ഭാവത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഭാവത്തിൽ ജീവിക്കുന്ന ഓരോ കോശവും വെവ്വേറെ ആണ് നിൽക്കുക. ഞാൻ ഭാവം വെടിഞ്ഞിട്ട് നമ്മൾ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് കോശങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുക. ആ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് കോശങ്ങൾ ചേർന്നിട്ട് കലകൾ ഉണ്ടാവുന്നത്. കലകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള നൃത്തം ചെയ്യുമ്പോഴാണ് കലകളുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോഴാണ് കലകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, ഒരു കലയും മറ്റൊരു കലയും ചേർന്ന് ഒരുമിച്ച് ഇതേ താളത്തിൽ ഒരേ നൃത്തം ചെയ്യുമ്പോഴാണ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വലിയ ഓർക്കസ്ട്രേഷനാണ് എന്റെ ശരീരം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു വലിയ ഓർക്കസ്ട്രേഷനാണ് മനുഷ്യരാശി എന്ന് പറയുന്നത്. അതിലും വലിയൊരു ഓർക്കസ്ട്രേഷൻ, ആ ഏകദാനമായ പ്രവർത്തനമാണ്. എല്ലാം ഒന്ന് നാം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഭൂമി. അങ്ങനെ നോക്കുമ്പോൾ വിശ്വം വരെ ഒരൊറ്റ ശരീരമാണ്. ഈ തിരിച്ചറിവിലേക്ക് നമ്മുടെ ബോധത്തെ വികസിപ്പിച്ചാൽ, വ്യക്തിപരതയിൽ നിന്നും സർവപരതയിലേക്ക് നമ്മൾ മാറിയാൽ, ഞാൻ വേറെ നീ വേറെ എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് മാറാതിരുന്നാൽ, എന്റെ ജീവിതത്തിന് എത്ര സുഗമമായി മുൻപോട്ട് പോകും. എനിക്ക് ആരോട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും? ജീവിതത്തിന്റെ സമഗ്രതയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ആശയം കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാകും.
ശരീരം കൊണ്ട് മനസ്സിലാവാൻ ചില സാധനകൾ ആവശ്യമാണ്. സാധനകൾ ചെയ്തത് മനസ്സിലാവും എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായതാണ്. ഒരു മനുഷ്യന് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായതാണ്. എന്നെ പോലെ മനസ്സിലായ ആളുകളെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട്. എല്ലാവർക്കും മനസ്സിലാവും. ഈ നമ്മളെ വഴിതെറ്റിക്കുന്ന വേറെ ചില കാര്യങ്ങളൊന്നും മാറിപ്പോയാൽ മതി. ആ കണ്ണാടി തുടച്ചു വൃത്തിയാക്കുന്ന പരിപാടിയില്ലേ, നമ്മുടെ ആ നീർച്ചാല് ചപ്പുചവറ് മാറ്റുന്ന പരിപാടിയില്ലേ, അത് ചെയ്താൽ മതി. ഇത് ഒഴിവായിക്കോളൂ. നമുക്ക് ഈ കാര്യം എല്ലാം ഒന്നാണെന്നുള്ള മഹാബോധത്തിലേക്ക് നമ്മൾ ഉണരും. അതിന്റെ പേരാണ് മഹിമ, രണ്ടാമത്തെ സിദ്ധി. ഇപ്പൊ അണിമ, നമ്മുടെ അഹം ചെറുതാകുന്ന ഒരവസ്ഥ അണിമ, നമ്മുടെ ബോധം വികസിക്കുന്ന ഒരവസ്ഥ മഹിമ. ഇനിയോ എന്റെ മുന്നിൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഭയങ്കര സീരിയസ് ആയിട്ടെടുക്കും. സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് കാര്യങ്ങളെ കൊണ്ടു നടക്കാൻ കഴിയില്ല. നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് കുടിച്ചു അവിടെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കയ്യിൽ 1 മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കൈ തളരില്ലേ? ഏത് ചെറിയ കാര്യം കുറെ നേരം പൊക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് വരും. നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും തന്നെ അനാവശ്യമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കും. സത്യത്തിൽ അവയ്ക്ക് അങ്ങനെ ഒരു ഭാരമില്ല എന്ന രീതിയിൽ നമ്മുടെ ആന്തരികമായ ഭാരങ്ങൾ, എന്റെ ഉള്ളിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന സമയത്ത് ഏത് കാര്യവും പ്രകൃതിയുടെ സ്വാഭാവിക പ്രവർത്തനത്തിലൂടെ സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾക്കൊരു ലഘുത്വം വരും. തീരെ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ആ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഹനുമാൻ പറന്നുപോയപ്പോൾ ഉണ്ടാകുന്ന ലാഘവത്വം എന്ന് പറയുന്നത്. നമ്മൾ കഥയിലൂടെ പഠിച്ചത് ഹനുമാൻ ഇങ്ങനെ വായുവിലൂടെ ഇങ്ങനെ പറന്ന് സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതിനെയാണ് ലഘിമ എന്ന് പറയുന്നത്. സത്യത്തിൽ ജീവിതത്തിന്റെ ഭാരങ്ങളുണ്ടല്ലോ, നമ്മുടെ അഹത്തിന്റെ ഭാരം, പ്രതീക്ഷകളുടെ ഭാരം, ഭയങ്ങളുടെ ഭാരം, ഓർമ്മകളുടെ ഭാരം, ഈ ഭാരത്തിൽ നിന്നും വിമുക്തമാകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ജീവിതത്തെ ലഘുവാക്കുന്ന ഒരവസ്ഥ. ഇതാണ് ലഘിമ എന്ന് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ സിദ്ധി. യോഗമാർഗങ്ങളിലൂടെ തപസ്സനുഷ്ഠിച്ചു പോയി കഴിഞ്ഞാൽ സാധകർക്ക്, യോഗികൾക്ക് അല്ലെങ്കിൽ സൂഫികൾക്ക് ലഭിക്കുമെന്ന് പറയുന്ന അഷ്ടസിദ്ധിയിലെ മൂന്നാമത്തെ കാര്യം ഇതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഓർമ്മകളെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞാൽ, തള്ളിക്കളയാന്ന് വെച്ചാൽ എങ്ങനെയാ? ലെറ്റ് ഗോ എന്ന് പറയണം. അതിനെ കടന്നു പോകാൻ അനുവദിക്കണം. ലെറ്റ് ഗോ എന്ന് വെച്ചാൽ ലെറ്റ് ഗോഡ് എന്നാണ്. അത് ഉണ്ടാക്കിയവനെ അത് ബാക്കിയുള്ളത് കൈകാര്യം ചെയ്യാൻ അനുവദിക്കുക. ഇതിനെല്ലാം സൃഷ്ടിച്ച സംവിധാനത്തിന്, അത് ഈശ്വരനായിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ വിളിക്കുന്നു അങ്ങനെ, അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. ഇത് ഞാനാണ് ചെയ്യേണ്ടതെന്നുള്ള ഓർമ്മയിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിനെ കടത്തിവിടാൻ, ഓർമ്മകളെ കടത്തിവിടാൻ, നമ്മുടെ ഉള്ളിലുള്ള ആശങ്കകളെ കടത്തിവിടാൻ, ദുരിത പ്രതീക്ഷകളെ കടത്തിവിടാൻ, നമ്മുടെ അഹത്തിന്റെ ആ വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റിനെ കടത്തിവിടാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ലഘുവാകാൻ പറ്റും, ലഘിമ അനുഭവിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടെയുണ്ട്. ഏതു മരവും ഇങ്ങനെ ലഘുവായിട്ട് അതിന്റെ ഇലകളെയെല്ലാം ഇങ്ങനെ ഓരോ കാറ്റിലും ചാഞ്ചാടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? കൊടുങ്കാറ്റുണ്ടാവുമ്പോഴും അല്ലെങ്കിൽ ചെറിയ കാറ്റുണ്ടാവുമ്പോഴും ഒക്കെ ആൽമരത്തിന്റെയൊക്കെ തുമ്പതൊക്കെ ഇങ്ങനെ കിടന്ന് വളരെ എന്താ പറയാ, കാറ്റത്ത് ഇങ്ങനെ ആടുന്ന് കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ ആടാൻ പറ്റുന്നത് മനസ്സിലായോ? അതിന്റെ വേരില്ലേ മണ്ണിലേക്ക് അതുമാതിരി ആഴത്തി പോയിട്ടുണ്ട്. ആ അത്രയും ആഴത്തിൽ അത് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ഈ അവിടുത്തെ ലഘുത്വം വരാൻ കഴിഞ്ഞത്. തന്റെ അകത്ത് താൻ ആരായിരിക്കുന്നുവോ അതായിരിക്കുന്ന അവസ്ഥ. ഞാൻ എൻ്റെ മാതാവിന്റെയും പിതാവിന്റെയും പുത്രനാണ്. എന്റെ പരമ്പരയുടെ തുടർച്ചയാണ്. എന്റെ ഗുരുപരമ്പരയുടെ ജ്ഞാനപരമ്പരയുടെ തുടർച്ചയാണ്. ഞാൻ എന്റെ ധർമ്മങ്ങളുടെ പരമ്പരയുടെ തുടർച്ചയാണ്. ഞാൻ ഈ മണ്ണിന്റെ സൃഷ്ടിയാണ്, എന്റെ നാടിന്റെ സൃഷ്ടിയാണ് എന്ന രീതിയിൽ എന്റെ ഗുരുത്വ കേന്ദ്രത്തിലേക്ക് ഗുരുത്വപ്പെട്ട് നിൽക്കാനുള്ള എന്റെ ശേഷി. അങ്ങനെ ഒരു ശേഷി എനിക്കുണ്ടെങ്കിൽ എന്നെ കുലിക്കാൻ ആർക്കും കഴിയില്ല, അല്ലേ? ഈ അഷ്ടസിദ്ധികൾ എന്ന് വെച്ചാൽ ഭയങ്കര മറ്റേ തപസ് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണെന്നിരിക്കെ ഈ അഷ്ടസിദ്ധികളെ കുറിച്ച് കുറച്ച് നാളുകളായി ഞാനിങ്ങനെ സംസാരിച്ചു വരുന്നു, പ്രഭാഷ സംഘത്ത് സംസാരിച്ചു വരുന്നു. അപ്പോ എന്റെ പെണ്ണ് ചോദിച്ചു, ഏട്ടൻ എങ്ങനെ ഇത്ര ധൈര്യം വരുന്നത്? ഇവിടുത്തെ പുരാണ ഇതിഹാസങ്ങൾ മുഴുവൻ ഇത് വളരെ വിശുദ്ധമായ വലിയൊരു സാധനമായിട്ട് പറയുമ്പോൾ ഇത്ര ലഘുവായ ഒന്നാണെന്ന് പറയാനുള്ള ധൈര്യം, നിങ്ങൾ ഈ പറയുന്ന ഈ ഫാന്റസിയിലുള്ള ഒരു സാധനം അല്ല ഈ അഷ്ടസിദ്ധി എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ അകത്തുള്ള ബോധത്തിന്റെ തെളിച്ചമാണെന്ന് പറയാനുള്ള ധൈര്യം ഇങ്ങനെ വരുന്നത്. അത് എന്റെ ഗുരുപരമ്പരയോട്, എന്റെ ഗുരുത്വ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കാനുള്ള, എന്റെ വേരുകളിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള എന്റെ ഗരിമ കൊണ്ടാണ്. ഈ ഗരിമ ഉണ്ടായാൽ നമുക്ക് ഫ്രീ ആവാൻ പറ്റും.
ഇതെന്റെ വെയിറ്റ് കൂട്ടുന്ന അവസ്ഥയല്ല കേട്ടോ. എന്റെ പ്രാധാന്യം ഞാൻ അറിയുന്ന, എന്നിലെ ഭൂമിതത്വത്തെ ഞാൻ അറിയുന്ന, എന്നിലെ ആ ആഴത്തെ ഞാൻ അറിയുന്ന, എന്റെ വേരുകളുടെ പ്രാധാന്യത്തെ, എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ അറിയുന്നതിന്റെ ഉറപ്പാണ് ഗരിമ എന്ന് പറയുന്നത്. എന്ത് വന്നാലും കുലുങ്ങാത്ത ഒരവസ്ഥ. എന്തൊക്കെ സാഹചര്യങ്ങൾ മാറിയാലും നമ്മുടെ കോർ ഉണ്ടല്ലോ, കോർ അനങ്ങാതിരിക്കുന്ന അവസ്ഥ, ഇതാണ് ഗരിമ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അതുപോലെ പറഞ്ഞത് നോക്കുക: അനിമ, മഹിമ, ലഖിമ, ഗരിമ. അനിമ എന്ന് പറയുന്നത് അണുവോളം ചെറുതാവുന്നത്, അഹം അണുവോളം ചെറുതാവുന്നത്, ബോധം പ്രപഞ്ചത്തോളം വലുതാവുന്നതാണ് മഹിമ. നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ഒഴുക്കിക്കളഞ്ഞ് നമ്മളെ ലഘുവാക്കുന്നതാണ് ലഖിമ. നമ്മുടെ ഗുരുത്വ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിച്ച് അതിനകത്ത് ഏറ്റവും എന്താ പറയാ, കുലുക്കമില്ലാതെ നിൽക്കാൻ പറ്റുന്ന, കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, റൂട്ടുകളോട് കണക്ട് ആയിട്ട് നിൽക്കുന്ന, ഗുരുത്വപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്, ഗുരുത്വമുള്ള അവസ്ഥയാണ് ഗരിമ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ആട്രിബ്യൂട്ടാണ്, നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഗുണമാണെങ്കിൽ, ഇനി അടുത്തത് നമുക്ക് ഉള്ള ചില പ്രത്യേക ശേഷികളാണ്. ഇത് ഗുണങ്ങളായി വന്നു കഴിഞ്ഞു. ഇനി 4 ശേഷികളെ കുറിച്ച് പറയാം. അതിലൊന്നാണ് പ്രാപ്തി. ഞാനൊരു കാര്യം നേടണമെന്ന് വിചാരിച്ചു, അതെനിക്ക് നേടാൻ കഴിഞ്ഞു. സാധാരണ രീതിയിൽ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാപ്തി എന്ന് പറയുന്നത് ഈ ലങ്കയെ ദഹിപ്പിക്കാൻ കഴിയുക, അല്ലെ ലങ്കയിൽ പോയിട്ട് അതിനെ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഈ അവസ്ഥയാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ അത് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് നടന്നു എന്ന രീതിയിലുള്ള അതിനെ പ്രാപ്തമാക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ചിന്തയും വികാരവും പ്രവൃത്തിയും ഒന്ന് തന്നെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്താണോ നമുക്ക് നേടേണ്ടത് അത് നേടും. നമുക്കൊരു കാര്യം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. അത് ശരിയായ രീതിയിൽ ചെയ്ത് വിജയിക്കേണ്ടതാണെങ്കിൽ. ഇപ്പൊ ഞാനൊരു ഇക്കോസഫർ എന്നുള്ള രീതിയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഇക്കോ സ്പിരിച്വാലിറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാണ്. ഇക്കോ വില്ലേജ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അതുണ്ടാക്കാൻ അതിന്റെ സ്മോൾ പേസ് ഉണ്ട്, അവിടെ അത് നടക്കുള്ളൂ. ആ പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു വേഗം, ചലന വേഗം, അതിന്റെ ഒരു അളവിലേ അത് നടക്കൂ. അതേസമയം അതിനുവേണ്ടി അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ജ്ഞാനം എന്നുള്ളത് എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ഈ തുറന്നു കിട്ടിയത് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. അതിലെനിക്ക് എന്താണോ അറിയേണ്ടത് അത് സമയാസമയത്ത് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് പ്രാപ്തി. നിങ്ങൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, അച്ചീവ് ചെയ്യണമെന്ന്, ഒരു കാര്യത്തെ അക്കംപ്ലിഷ് ചെയ്യണമെന്ന്, ഒരു കാര്യത്തെ സാക്ഷാത്കരിക്കണമെന്ന് തോന്നിയാൽ അത് സാക്ഷാത്കരിക്കാനുള്ള ശേഷിയാണ് പ്രാപ്തി എന്ന് പറയുന്നത്. ഇതെപ്പോഴാ സംഭവിക്കുക? നിങ്ങളുടെ ചിന്തയും വികാരവും പ്രവൃത്തിയും അറിവും അനുഭവവും ഒക്കെ ഒരേ ലൈനിൽ വരുമ്പോൾ. ഈ ഒരേ ലൈനിൽ വരുമ്പോൾ എന്താ പ്രത്യേകം സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി 3 കൂടെ ഒരേ ലൈനിൽ വരുമ്പോൾ ഗ്രഹണം സംഭവിക്കും. ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്ന അറിയാലോ? എത്രയോ ആരോഗ്യ കാര്യങ്ങളിൽ മാറ്റം വരും, എത്രയോ പേരുടെ ജീവിതത്തിൽ മാറ്റം വരും, കടലിലെ ജീവജാലങ്ങളിൽ മാറ്റം വരും, കടലിന്റെ സ്വഭാവം തന്നെ മാറും, അല്ലെ? എത്രയോ വലിയ അനക്കങ്ങൾ ഉണ്ടാവും 3 നേരെയൊക്കെ വരുന്നു എന്നുള്ളതുകൊണ്ട്. നമ്മുടെ ഈ ചിന്തയും പ്രവൃത്തിയും വികാരവും നമ്മുടെ അറിവും അനുഭവവും എല്ലാം ഒരേ ധാരയിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന പ്രാപ്തി സംഭവിക്കും. എന്താണോ നേടേണ്ടത് അത് സംഭവിക്കും. കാരണം എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, അങ്ങനെ തുറന്ന് സംഭവിക്കും. ഇതിനാണ് പ്രാപ്തി എന്ന് പറയുക. ഇതാണ് 5ാമത്തെ സിദ്ധി. നിങ്ങൾക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ സാധിക്കുന്നത്. ഈ സാധിക്കണമെങ്കിൽ മറ്റൊരു കാര്യം വേണം, നിങ്ങൾക്ക് ഒരു ആഗ്രഹം വേണം. സാധിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹങ്ങൾ നേടുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെ? കാമിക്കുന്നൊരവസ്ഥ, പ്രാകാമ്യം എന്നാണ് പറയുക. പ്രാകാമ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും. ഞാൻ മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞു, പ്രാകാമ്യത്തിന്റെ ഒരു ഉദാഹരണം. നിങ്ങൾ ഒരാളെ വിളിക്കണം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു, അയാൾ അപ്പൊ വിളിക്കും നിങ്ങളെ. ഇത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും. ഇത് ആകസ്മികമാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അത് ആവർത്തിച്ച് വരുന്ന സമയത്ത് വേറെ ആകസ്മികതയല്ല, എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളൊരു അവസ്ഥ. എന്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള 2000 അല്ലെങ്കിൽ 5000, ഇപ്പൊ എന്റെ ഫോണിൽ ഏതാണ്ട് 16,000-ഓളം കോൺടാക്ട് ഉണ്ട്. ഈ 10,000-ന്റെ മുകളിൽ കോൺടാക്ട് ഉണ്ട്. എന്തായാലും ഈ അത്രയേറെ കോൺടാക്റ്റുകളിൽ എന്തുകൊണ്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന അയാൾ മാത്രം വിളിക്കുന്നു, അതും ആവർത്തിച്ച് ഞാൻ ഓരോരുത്തരും ഉദ്ദേശിക്കുമ്പോൾ അപ്പോൾ മാത്രം വിളിക്കുന്നു. ഇത് പ്രാകാമ്യമാണ്. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്നത് സംഭവിക്കും. സംഭവിക്കുന്നതിന്റെ വേറൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് ആശങ്കപ്പെട്ടു എന്നിരിക്കട്ടെ, ഉറപ്പായിട്ടും അത് വന്നു ചേരും. പാമ്പിനെ പേടിയുണ്ടോ? പാമ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരും.
കഷ്ടപ്പാടിനെ പേടിയുണ്ട്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാൻ എന്റെ കഷ്ടപ്പാട് മാറ്റണം എന്ന് പറഞ്ഞു. കഷ്ടപ്പാട് ജന്മത്ത് വിട്ടുപോകില്ല, കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ചില ശീലങ്ങൾ, മറ്റുള്ളവരായിട്ട് കൂട്ടിയിടി ഉണ്ടാക്കുന്ന ശീലങ്ങൾ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് അനുചിതമായി പറയേണ്ടാത്ത കാര്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് നിരന്തരം നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. പുലിവാലുകളെല്ലാം നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ പുലിവാലുകളെല്ലാം ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധമായ ഇച്ഛ, നമുക്ക് ശുദ്ധമായി എന്ത് വേണം, എന്ത് ഭക്ഷണം കഴിക്കണം തോന്നുന്നു ആ ഭക്ഷണം കിട്ടുക, എന്ത് വേണം തോന്നുന്നു അത് കിട്ടുക, നമുക്കൊരു വാഹനം വാങ്ങിക്കണം തോന്നിയാൽ വാഹനം വാങ്ങിക്കുക, നമുക്കൊരു അറിവ് കിട്ടണം എന്ന് വിചാരിച്ച അറിവ് കിട്ടുക, നമുക്കൊരു ഗുരുവിനെ കിട്ടണം തോന്നിയാൽ, നമുക്കിത് വിശദമാക്കി തരുന്ന ഒരാളെ കിട്ടണമെങ്കിൽ അയാൾ മുമ്പിൽ വന്നിരിക്കുക. ഇതാണ് പ്രാഗാമ്യം. ഇത് സത്യത്തിൽ ഈ പറഞ്ഞതെല്ലാം എല്ലാവരിലും ഉണ്ട്. ഈ പ്രാഗാമ്യം എന്നുള്ളതിൽ എല്ലാവർക്കും എപ്പോഴും സംഭവിക്കുന്നതാണ്. ഒന്നുകിൽ നെഗറ്റീവായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സംഭവിക്കും. എന്താണ് കാമിക്കുന്നത് അത് സംഭവിക്കും. ഇതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുക. അതിന് വേറെയും കുറെ വിശദീകരണങ്ങളുണ്ട്, തൽക്കാലം അത് ഇട്ടിരിക്കട്ടെ. അപ്പൊ ഇതാണ് പ്രാഗാമ്യം എന്ന് പറയുന്ന മറ്റേ എത്രാമത്തെ ആറാമത്തെ സിദ്ധിയാണ് പ്രാഗാമ്യം എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹമുള്ള ശുദ്ധമായ ഇച്ഛ എന്താണോ അത് കൃത്യമായി നടപ്പിലാകുന്ന അവസ്ഥയാണ് പ്രാഗാമ്യം എന്ന് പറയുന്നത്. അടുത്തതാണ്, ഞാൻ ഇപ്പോ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മുമ്പോട്ട് പോകണല്ലോ. പല ടൈപ്പ് സാധനങ്ങൾ, പരിസ്ഥിതി എന്ന പ്രകൃതി എന്ന ലേബലുള്ള കുറെ ആളുകൾ ഇവിടെ വരാറുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ കൂടാറുണ്ട്. 1-2 വർഷമല്ല, 10-30-35 കൊല്ലമായിട്ട് ഇത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നല്ല അനുഭവമാണ്. ഇവരുടെ മുകളിലൊക്കെ നമുക്ക് ചില ആധിപത്യങ്ങൾ ചെലുത്തേണ്ടി വരും. അപ്പോ അധിപതിയാകാനുള്ള ഒരു അവസ്ഥ, നമ്മൾ പലതിനെയും, നമ്മളിപ്പോ ഒരു കല്യാണ വീട്ടിൽ ചെല്ലുന്നു, ചിലരുണ്ട് കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം കൊണ്ട് അതിന്റെ കൺട്രോൾ അങ്ങ് ഏറ്റെടുക്കും. പിന്നെ അവരായിരിക്കും അവിടുത്തെ കാര്യക്കാര്. ഇങ്ങനെ നമ്മൾ എന്ത് ചെല്ലുന്നു, ഒരു രാജ്യത്ത് ചെന്നതിൽ ഇപ്പൊ ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് രാജ്യത്തിന്റെ മുഴുവൻ മറ്റേ ആ കൺട്രോൾ ഏറ്റെടുത്തില്ലേ, ഇപ്പോഴും അവർ വിട്ടുകൊടുത്തിട്ടില്ല അവരുടെ തന്നെ കൺട്രോൾ. ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ ആധിപത്യം സ്ഥാപിക്കുന്ന, അധിനിവേശം നടത്തുന്ന രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നമുക്കൊരു തീരുമാനമുണ്ട്, ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളത്, ആ ഒരവസ്ഥ, ഇതൊക്കെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഞാൻ തീരുമാനിക്കുന്നത് കൊണ്ട് അത് നടപ്പിലാകുന്നു എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാവുന്നത്. ഈ എന്റെ ആധിപത്യത്തെ സ്ഥാപിക്കാനുള്ള അവസ്ഥ, ഹനുമാൻ ലങ്കയിൽ പോയിട്ട് ലങ്കയുടെ മുഴുവൻ ആധിപത്യം സ്വീകരിച്ച ഒരവസ്ഥ, അല്ലെങ്കിൽ സ്ഥാപിച്ച ഒരവസ്ഥ, ഇതിനെയാണ് ഈശിത്വം എന്ന് പറയുന്നത്. ഈശിത്വം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ചെല്ലുന്നിടത്ത് സ്വാധീനം ചെലുത്തുന്ന ഒരവസ്ഥയല്ല. ചെല്ലുന്നിടത്ത് സ്വാധീനം ചെലുത്തുന്നതൊക്കെ അവസാനത്തെ ഒരു റിഫ്ലക്ഷനാണ്. സത്യത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ അകത്തെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളത്. ഞാൻ അധിപതിയാകുന്നത് വെളിയിലല്ല, അകത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ടോ? നിങ്ങളുടെ ഭയത്തെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ടോ? നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ പഴയ ശീലങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിലുണ്ടായ ചില ഹാബിറ്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ? അത് കൺട്രോൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ് ഈശിത്വം എന്ന് പറയുന്നത്. അതായത് ആധിപത്യം എന്നുള്ളത് പുറത്തല്ല, അകത്തുള്ള എല്ലാ കോൺട്രാഡിക്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതിന്റെ മുകളിൽ ആധിപത്യം ചെലുത്താൻ പറ്റുന്ന ഒന്ന്, സെൽഫ് മാസ്റ്ററി എന്നൊക്കെ പറയും. അതാണ് ഈശിത്വം എന്ന് പറയുന്നത്. അല്ലാതെ ചെല്ലുന്നിടത്ത് എല്ലാം കൺട്രോൾ ഏറ്റെടുക്കുന്നതല്ല. ഹനുമാൻ ലങ്കയിൽ പോയിട്ട് അതിനെല്ലാം ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലെ മുഴുവൻ തന്റെ അധീനതയിലാക്കി, ഞാൻ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലാക്കി എന്നുള്ളതിന്റെ ഒരു സിംബോളിക് സ്റ്റോറിയാണത്. അതിനങ്ങനെ എടുക്കാനുള്ള വിവരം നമുക്കുണ്ടാവണം. അപ്പൊ അങ്ങനെ നമുക്ക് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈശിത്വം എന്ന് പറയുന്നത്. ഇനി അവസാനത്തേത്, 8ാമത്തേത് വശിത്വം. നമുക്ക് വേണ്ടതെന്തോ അതിനെ വശീകരിച്ച് നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഈ മറ്റേ മയിലെണ്ണ കയ്യിൽ തേച്ചിട്ട്, അതിൽ മയിൽ കാഷ്ടത്തിൽ എന്തൊക്കെയോ പ്രോസസ് ചെയ്തിട്ട് കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ വശീകരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? പണത്തിനെ വശീകരിക്കുക, പലതിനെയും വശീകരിക്കുക എന്ന് പറയില്ലേ? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് പലതിനെയും വശീകരിക്കുന്ന അവസ്ഥയിൽ. യഥാർത്ഥത്തിൽ ഈ വശീകരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താ? പട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പട്ടികളോട് നമ്മൾ പട്ടിയെ കാണുന്ന മുറയ്ക്ക്, ഒരു പട്ടിയെ കാണുന്ന മുറയ്ക്ക് എന്നെപ്പോലുള്ള ആളുകൾ, ഇപ്പൊ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അരുൺ കഥാകരനെയൊക്കെ അറിയില്ലേ? അങ്ങനെയുള്ളവര്
ഇപ്പൊ സോജൻ മൂന്നാറിനെ പോലുള്ള ആളുകൾ, ഇപ്പൊ വർഗീസ് മാത്യുവിനെ പോലുള്ള ആളുകൾ, ഞങ്ങൾ ഇങ്ങനെ പലയിടത്തും സഞ്ചരിക്കുന്ന ആളുകൾ, എവിടെ ചെല്ലുമ്പോഴും നമ്മൾ ഇഷ്ടംപോലെ പട്ടികളെ കാണും. ഞാനൊരിക്കൽ ഈ നേപ്പാളിലെ ഭൂകമ്പമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ മൊത്തം ക്ലോസ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു നട്ടപ്പാതിരിക്ക് ഒരു 13 കിലോമീറ്റർ ദൂരം നേപ്പാളിലെ തെരുവിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കേണ്ടി വന്നു. ലൈറ്റൊന്നും ഇല്ല മിക്കടുത്ത്. പിന്നെ വഴി അറിയുന്ന പൂജ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പെൺകുട്ടിയുണ്ട്, എന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവള് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ തപ്പിത്തടഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഓരോ തെരുവിന്റെ മൂലയിലെത്തുമ്പോഴും നമ്മുടെ ഇവിടുത്തെ പശുക്കുട്ടിയുടെ സൈസിലുള്ള ഒരു 5-8 പട്ടികൾ വരും. പട്ടികൾ വന്ന് അവരൊന്ന് മണത്ത് നോക്കിയിട്ടും ഒന്ന് മൂളിയിട്ട് അവര് വിട്ടു പോകും. ഒരു കൊരയില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് പട്ടികളെ ഇഷ്ടമാണ്. പട്ടി എന്നല്ല, എല്ലാ ജീവിയും ഇഷ്ടമാണ്. എല്ലാ പട്ടികളെ ഇഷ്ടമാണ്. പട്ടിയെ കാണുമ്പോ മോനെ എന്നുള്ളൊരു വിളി എന്റെ ഉള്ളിൽ നിന്ന് ഉണരാറുണ്ട്. മോനെ എന്ന് തന്നെ ആ വാക്കങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, കാര്യം മനസ്സിലായാൽ മതി. എന്റെ ഉള്ളിൽ നിന്ന് അവരോടൊരു ഇഷ്ടം ഉണ്ടാകാറുണ്ട്. അവർക്കത് മനസ്സിലാവും. ഞാൻ പറയൊന്നും വേണ്ട, എന്റെ നോട്ടം തന്നെ ആവണ്ട, എന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാവുന്ന പ്രസരണം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ സ്നേഹം എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. പലരും എന്റെ അടുത്ത് വന്നിരിക്കാൻ കംഫർട്ടബിൾ ആണ്. കാരണം എന്താ വെച്ചാല് ഞാൻ തലയ്ക്ക് മേലെ വെള്ളം വന്ന അതുക്ക് മേലെ തോണി എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട്. ഉണ്ടായിരുന്നില്ല, ഒരുപാട് കാലം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നീട് ആർജിച്ചതാണ്. ഉള്ളിൽ സമാധാനമായിരിക്കും. ഞാൻ സമാധാനം ഇരിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വരുന്നവർക്ക് എന്തായിരിക്കും സമാധാനം എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ലേ. ഞാൻ എപ്പോഴും ബന്ധുത്വത്തിന് വേണ്ടി ജീവിക്കുക. ജനിച്ച കാലം മുതൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ലൈബ്രറി വിട്ട് വെളിയിൽ ഞങ്ങളുടെ 1981 ഞങ്ങളുടെ സയൻസ് ക്ലബ്, ഈ ഒരു പ്ലാറ്റ്ഫോം അന്ന് തുടങ്ങിയ കാലത്ത്, അന്ന് മുതൽ ഈ ബന്ധുത്വം എന്നുള്ള ഇതിലാണ് ജീവിക്കുന്നത്. ഈ ബന്ധുഭാവം എന്നിലുള്ളപ്പോൾ എന്റെ അടുത്തേക്ക് വരുന്നവർ കംഫർട്ടബിൾ ആയിരിക്കില്ലേ. ഞാൻ എപ്പോഴും എന്നോടിപ്പോ ഒരാളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്കതിന് എനിക്ക് കൃത്യതയുണ്ട്. ഇതാണ് ചെയ്യുന്നത്, ഇതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യതയുണ്ട്. ഈ കൃത്യതയുള്ളപ്പോ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് ആ ക്ലാരിറ്റി കിട്ടില്ലേ? അല്ലെങ്കിൽ അവരെന്നെ നോക്കിയിരിക്കണേ, ഞാനൊരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ക്ലാരിറ്റി അവർക്ക് മനസ്സിലാവില്ല. ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്റെ ബന്ധുഭാവം എന്നുള്ളത് അവരനുഭവിക്കുന്നതാണ്. എന്നിലെ സമാധാനം അവരനുഭവിക്കുന്നത്, എന്നിലെ സ്നേഹം എന്നുള്ളത് അവരനുഭവിക്കുന്നതാണ്. ഇതെന്നിൽ ഉണ്ടാകുന്ന സമയത്ത് എന്റെ ചുറ്റുപാടുള്ളവര് എന്നോട് ഹാർമണിയിലായിരിക്കും, എന്നോട് അഭിമുഖമായിരിക്കും. അതാണ് വശിത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കയറി ഒരാളെങ്ങനെ തോണ്ടി അകത്തേക്ക് കൊണ്ടുവരുന്നതല്ല വശിത്വം. അങ്ങനെ അവസ്ഥയുണ്ട് കേട്ടോ. പണത്തെ, ഇണയെ ഒക്കെ നമ്മുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചില ട്രാക്കുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പാരാസമ്പത്തിക് സിസ്റ്റം ഉണർന്നിരിക്കുന്ന സമയത്ത്, നമ്മുടെ ഇടശരം ഉണർന്നിരിക്കുന്ന സമയത്ത് ഇത് വർക്കാവുള്ളൂ. അത് യോഗത്തിന്റെ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴത്തെ അവസ്ഥ. ഇന്നത്തെ വിഷയത്തിൽ അത് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് പ്രതിപാദന വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ചില വശങ്ങൾ, ഈ പറഞ്ഞ 8 കാര്യങ്ങൾക്കും ഇതുപോലുള്ള ചില കാര്യങ്ങളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അത് നിങ്ങൾ തുടർന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്കത് പഠിക്കാം. പക്ഷെ തുടക്കത്തിൽ ഈ വശിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ബന്ധുത്വം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഉള്ളിൽ കൃത്യത ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഉള്ളിൽ തെളിച്ചം ഉണ്ടാകുമ്പോൾ, നമുക്ക് വ്യക്തത ഉണ്ടാകുമ്പോൾ, നമുക്ക് വന്നു ചേരുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമുക്ക് അഭിമുഖമായി നിൽക്കുകയും നമ്മളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, കേൾക്കുന്നില്ല, കൃത്യമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ വശിത്വം എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഒഴുക്ക് ഒന്ന് മനസ്സിലാക്കുക. ഈ സിദ്ധികൾ, അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത്, വേറെയും സിദ്ധികളുണ്ട്. ഇപ്പൊ കൂടുവിട്ട് കൂടുമാറുക, ശരീരം വിട്ട് വേറൊന്നാൽ ആവുക എന്നൊക്കെ പറഞ്ഞ സിദ്ധികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അത് കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്യില്ല. എനിക്ക് ഈ സാധനങ്ങൾ, ഈ 8 സിദ്ധികളും എനിക്ക് വഴക്കമുള്ളതാണ്. അവയുടെ ഒരു അവസ്ഥ വെച്ചിട്ട് പറയുമ്പോൾ ആദ്യം നമ്മുടെ അഹം ചെറുതാവുക, അഹത്തിന്റെ കനം കുറയ്ക്കുക. പിന്നീട് നമ്മുടെ ബോധം, അത് ഈ കനം കുറയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഏറ്റവും ചെറുതാകുന്ന, അണുവോളം ചെറുതാകുന്നതിനാണ് അനിമ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബോധം ഇങ്ങനെ വികസിച്ചു വരും, പ്രപഞ്ചത്തോളം വികസിച്ചു വരുന്നു. അതിനാണ് മഹിമ എന്ന് പറയാം. അങ്ങനെ ഉണരുമ്പോഴാണ് നമ്മൾ മഹാനായി മാറുന്നത്, മഹിമ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അകത്തെ ജീവിത പ്രക്രിയകളുണ്ടല്ലോ, ഇതെല്ലാം ലഘുവായി മാറുന്ന ലഘിമ.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോറിലേക്ക്, നമ്മുടെ ഗുരുത്വ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഗരിമ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വന്ന് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുന്നതിനെയാണ് പ്രാപ്തി, അക്കംപ്ലിഷ്മെന്റിന്റെ ഒരു അവസ്ഥ. ആ പ്രാപ്തിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ടുന്ന അടുത്ത ഗുണമാണ് പ്രാകാമ്യം എന്ന് പറയുന്നത്. അത് ഇച്ഛകൾ ശക്തമാകുന്ന അവസ്ഥ, ഇച്ഛയെ യാഥാർത്ഥ്യമാക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അതാണ് ഈസിത്വം എന്ന് പറയുന്നത്, സെൽഫ് മാസ്റ്ററിയുടെ ഒരു അവസ്ഥ. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ പ്രദേശത്തെ ആ പരിസരത്തെ, ആ പ്രദേശത്തെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. അതിനെയാണ് വശിത്വം എന്ന് പറയുക. അപ്പോ ഈ പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ഇതെല്ലാം പുറത്ത് കാണുന്ന ഹനുമാന്റെ കഥയിൽ കാണുന്ന, അല്ലെങ്കിൽ ഗോലിയാത്തിന്റെ കഥയിൽ കാണുന്ന ഒരു ഭീമാകാര സംഭവമൊന്നുമല്ല. ഇത് അവിടെയല്ല. നമ്മൾ പുറത്ത് കാണുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്തല്ല, അത് അകത്താണ്, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായി സംഭവിച്ചതാണ്, നമ്മുടെ അബോധപൂർവമായിട്ടുള്ള വിന്യാസങ്ങളുടെ, അൺകോൺഷ്യസ് ആയിട്ടുള്ള പാറ്റേണുകളിൽ സംഭവിച്ചതാണ്. നമ്മുടെ ഈഗോ ഉണ്ടല്ലോ, ഈഗോയുടെ ആ ഒരു വിസ്ഫോടനത്തിൽ, ഈ ഈഗോ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. നമ്മുടെ വൈകാരികതയ്ക്ക് ഒരു സ്ഥിരത ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത തെറ്റായ വിവരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളിൽ ഉണ്ടാക്കിയ ഒരു അവയർനെസ്, അറിവിന്റെ ഒരു ലോകമുണ്ടല്ലോ, അകത്തുനിന്നുള്ള ജന്മസിദ്ധമായ ജ്ഞാനത്തെ മറികടന്ന് പുറത്തുനിന്ന് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് നോളജ് അകത്തേക്ക് കയറ്റി വെച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളാണുള്ളത്. ഇത് മാറുന്ന സമയത്ത് ബോധം ശരിക്കും തെളിഞ്ഞു വരും. ഇത് മാറണമെങ്കിൽ യഥാർത്ഥ ആത്മീയതയിലേക്ക് പോകണം. ആത്മീയത എന്ന് വെച്ചാൽ ശക്തി നേടുക, അത്ഭുതങ്ങൾ ചെയ്യുക, ലോകത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് പലർക്കും ആത്മീയത എന്ന് പറയുന്നതെങ്കിൽ, നമ്മൾ പറയുന്ന ആത്മീയത, അതായത് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്വയം അതിജീവിക്കാനുള്ളതാണ്. അഹത്തെ ലഘുവാക്കി ബോധത്തെ വികസിപ്പിച്ച് സമാധാനം കൊണ്ടുവന്ന് ജീവിതത്തെ സ്വാഭാവികമായി ആരോഗ്യകരമായി സമ്പന്നമായി കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പോ പുരാണത്തിൽ പറയുന്ന അഷ്ടസിദ്ധികളും അത്ഭുത ശക്തികളും ഒന്നും അല്ല നമ്മൾ പറയുന്നത് മനുഷ്യബോധത്തിന്റെ ഏറ്റവും ശരിയായ രീതിയിലുള്ള ഒരു വികസനമാണ്, പരിണാമമാണ്. ഇത് ലോകത്തെ കീഴടക്കാനുള്ള, അവനവനെ കീഴടക്കാനുള്ള, അവനവനെ ഏറ്റവും മയത്തിലാക്കാനുള്ളതാണ്, സ്വയം അതിജീവിക്കാനാണ്. പ്രത്യേകിച്ചും അതിജീവനത്തിന്റെ ഒരു കാലം വരുന്നുണ്ട്. 2030 ശേഷം ലോകം പുതിയൊരു ക്രമത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ അതിജീവിക്കേണ്ടി വരും. അതിജീവിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്കുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, നമുക്ക് കൂട്ടായിട്ട് ജീവിക്കേണ്ടി വരും, നമ്മൾ പാരസ്പര്യത്തിലായിരിക്കേണ്ടി വരും. ഇതെല്ലാം വേണമെങ്കിൽ ഈ അഷ്ടസിദ്ധികളും ഉണ്ടാകണം. അപ്പോ നമ്മൾ യാത്ര ചെയ്യേണ്ടത്, ആത്മീയതയുടെ പേരിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടത് പുറത്തേക്കല്ല, അകത്തേക്കാണ്. അത് നമ്മളെ, ഈ അഷ്ടസിദ്ധികളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തേക്കുള്ള യാത്രയാണ്. ഈ അകത്തേക്കുള്ള യാത്ര സംഭവിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ശാന്തമായ ഒരവസ്ഥയിലേക്ക് പോകും. ഈ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നേടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ സാധാരണ മോക്ഷം എന്നൊക്കെ പറയുക. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടലോടെ സ്വർഗത്തിൽ പോകുന്ന ഒരവസ്ഥയല്ല മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുഖകരമായി, ശുഭകരമായി മാറ്റുവാനുള്ള ശാരീരിക അവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BMW കാറ് 250-250 കിലോമീറ്റർ സ്പീഡിൽ ഹൈവേയിൽ കൂടെ പോകുന്ന സമയത്ത് അതിനൊരു കുലുക്കം ഉണ്ടാവില്ല. കാരണം അത് ഒപ്റ്റിമൽ ലെവലിൽ പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് ക്ലേശരഹിതമായിരിക്കുക, ഐശ്വര്യത്തിലായിരിക്കുക, ഈശ്വരീയത്തിലായിരിക്കുക. അങ്ങനെ വരുമ്പോഴേ വീട്ടിന്റെ മുമ്പിലുള്ള റോഡിന്റെയും വീടിന്റെയും ഇടയിലുള്ള ചാലിലൂടെയുള്ള ആ ഒഴുക്കുണ്ടല്ലോ, ആ ഒഴുക്ക് കൃത്യമായിട്ട് സംഭവിക്കുക. അപ്പൊ ചപ്പുചവറുകൾ അവിടെ ഇല്ലാന്ന് വെച്ചാൽ എവിടെയും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, അവിടെ റോഡിൽ കുഴി ഉണ്ടാവില്ല, ആരും വന്ന് അതിനകത്ത് വീണു പോവില്ല. ചപ്പും ചവറും വന്നാലോ ഇതെല്ലാം ഉണ്ടാവും. വീട്ടിലെ ആ കണ്ണാടി ഓടില് മൂടൽ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് വെളിച്ചം വരില്ല. നമ്മൾ നിരന്തരം തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ അത് തെളിഞ്ഞു നിൽക്കും. ഈ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതിനാണ് സാധന എന്ന് പറയുക. ആ തുടച്ച് വൃത്തിയാക്കി വെക്കാനുള്ള ഒരു പരിശീലന ക്രമമുണ്ട്. അതിനെ നമ്മൾ ക്വാണ്ടം ലൈഫ് എന്നും അതിലെ ഒരു പ്രാക്ടീസിന് PSP, പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്നൊക്കെ പറയും. അതെല്ലാം നമുക്ക് അത്തരം പ്രാക്ടീസുകളുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും അഷ്ടസിദ്ധി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതത്തെ ലഘുവാക്കാനുള്ള, സുഗമമാക്കാനുള്ള, പ്രാകൃതികമാക്കാനുള്ള, സ്വാഭാവികമാക്കാനുള്ള വഴിയാണ്. അത് ഹനുമാൻ ലങ്കയിൽ കാണിച്ച കഥകളല്ല. ആ കഥയെല്ലാം നമ്മെ ബോധിപ്പിക്കാൻ വേണ്ടി ആചാര്യന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഏത് പുരാണവും അങ്ങനെയാണ് ഉണ്ടാക്കി വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ എടുക്കേണ്ടത് ശരിയായ അർത്ഥത്തിലാണ്, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തിലാണ്. തോൽപ്പിക്കേണ്ടത് അവിടെയല്ല. നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത് മറ്റാരോടുമല്ല, നമ്മളോട് തന്നെയാണ്. നമ്മളെ അതിജീവിക്കാൻ നമുക്ക് പറ്റുമ്പോൾ
നമ്മളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുമ്പോൾ, നമ്മളെ ബാലൻസ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ നമ്മുടെ പൂർണ്ണമായ ജീവിതത്തിലേക്ക് എത്തും. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അഷ്ടസിദ്ധികൾ നേടാൻ നിങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതിലേക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു കൈപ്പിടി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിന് മുമ്പേ നടന്നൊരു വ്യക്തി എന്ന രീതിയിൽ കൈതരാൻ എനിക്ക് കഴിയും. അപ്പൊ അതിലേക്കുള്ള ഒരു സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായ വഴിയിൽ നിങ്ങളുടെ അഷ്ടസിദ്ധികളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് സെൽഫ് മാസ്റ്ററി സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.